നമുക്ക് ടോട്ടൽ ഇതിൽ 5 ചോദ്യങ്ങളുണ്ട്. അപ്പോൾ ഈ 5 ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ചോദ്യം നോക്കുക. ഫസ്റ്റ് ചോദ്യം നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം നമ്മൾ തന്ന കാര്യങ്ങൾ നമ്മൾ എടുത്ത് എഴുതി നോക്കുകയാണ്. എന്തൊക്കെയാണ്? ദ സൺ ഈസ് സീൻ അറ്റ് ആൻ ആംഗിൾ ഓഫ് എലിവേഷൻ 40. ആംഗിൾ ഓഫ് എലിവേഷൻ എത്രയാണ് സണ്ണിനെ കണ്ടതെന്ന് പറഞ്ഞിട്ടുള്ള 40 കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. ലെങ്ത് ഓഫ് ദ ട്രീ ഷാഡോയിൽ ലെങ്ത് 18 തന്നു. ചോദിച്ചത് ഹൈറ്റ് ഓഫ് ദ ട്രീയും അതേപോലെ തന്നെ ഇനി സണ്ണിന്റെ എലിവേഷൻ 80 ആയിരുന്നെങ്കിൽ ഷാഡോയുടെ ലെങ്ത് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അത് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ നോക്കുക. നമ്മൾ ചെയ്യാൻ പോകുന്നത് ആദ്യം ഒരു ഡയഗ്രം വരയ്ക്കണം. അപ്പൊ ഡയഗ്രം വരയ്ക്കുമ്പോൾ നമുക്ക് ആദ്യം അറിയുന്ന പോലെ ഒരു ട്രീ ഉണ്ടല്ലേ. അപ്പൊ ഞാൻ ആദ്യം എന്ത് ചെയ്തു, ഞാൻ ജസ്റ്റ് ഒരു ലൈൻ വരച്ചു. ഇതാണ് നമ്മൾ ഗ്രൗണ്ട് എന്ന് വിചാരിക്കുക. അപ്പൊ ഈ ഗ്രൗണ്ടിന് നമ്മൾ ഒരു നേരെ ഒരു പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മൾ ലൈൻ വരച്ച് ഇതാണ് നമ്മളെ ട്രീ, ഇതാണ് നമ്മളെ മരമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. നമുക്ക് ചോദ്യത്തിൽ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യം ഷാഡോന്റെ ലെങ്ത് എത്രയായിരുന്നു? ആദ്യം ഷാഡോന്റെ ലെങ്ത് ഓഫ് ട്രീ ഷാഡോ എന്ന് പറയുന്നത് എത്രയാണ്? 18 തന്നത്. അപ്പൊ നമ്മൾ നോക്കുക, ഞാനിപ്പോ ഇവിടെയാണ് നമ്മളെ സൂര്യൻ ഉള്ളതെന്ന് വിചാരിക്കുക, ഈ ഭാഗത്ത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് മറ്റേ നിഴൽ എവിടെയായിരിക്കും? ഇതായിരിക്കുമല്ലോ ഇതിന്റെ നിഴലുണ്ടാവുക. ഇതാണ് മരം, ഈ സൈഡിലാണ് സൂര്യൻ ഉണ്ടെങ്കിൽ ഇതിന്റെ നിഴൽ എന്ന് പറയുന്നത് ഈ താഴെയുള്ളേക്ക് നിഴൽ. അപ്പൊ ഞാൻ നിഴലിന്റെ ലെങ്ത് അല്ലെ ഷാഡോന്റെ ലെങ്ത് എത്രയാണ്? 18 മീറ്ററിനെ മാർക്ക്. ഇനി സൂര്യനെ കണ്ട ആംഗിൾ ഓഫ് എലിവേഷൻ അത് തന്നെയല്ലേ ഇത് വരിക. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടെയാണ് സൂര്യൻ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് നമ്മൾ ഇങ്ങനെ നോക്കിയ സമയത്ത് എത്ര ആംഗിളാണോ അതല്ലേ നമ്മൾ ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറഞ്ഞു കൊടുത്തുള്ളത്. അപ്പൊ നമുക്ക് ഒരു കാര്യം കൂടെ മനസ്സിലായി. ഞാൻ ഈ ലൈൻ തമ്മിൽ ജോയിൻ ചെയ്ത് കിട്ടുന്ന ഈ ആംഗിൾ ഏറ്റവും താഴത്തെ ഗ്രൗണ്ടുമായിട്ട് ഉണ്ടാക്കുന്ന ഈ ആംഗിൾ എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 14 തന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഓൾറെഡി ചോദ്യത്തിൽ തന്ന സ്റ്റേറ്റ്മെന്റിൽ വെച്ചിട്ട് നമ്മൾ എഴുതിയതാ. ആംഗിൾ എത്ര? ആംഗിൾ ഓഫ് എലിവേഷൻ 40 എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ലെങ്ത് ഓഫ് ട്രീ ഷാഡോ എത്രയെന്ന് 18 തന്നിട്ടുണ്ട്. അപ്പൊ നമ്മളെ ഫസ്റ്റ് ബേസിക് ആയിട്ടുള്ള ഫിഗർ വരച്ചു. ഇത് ചോദിച്ചിട്ടുള്ള വാട്ട് ഈസ് ദ ഹൈറ്റ് ഓഫ് ദ ട്രീ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ നോക്കുക, ഞാൻ ജസ്റ്റ് ഫിഗറിന് പേര് കൊടുത്തു. എനിക്ക് ABC എന്നാണ് ഞാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ നോക്കുക, കണ്ടുപിടിക്കേണ്ടത് AB എന്ന് പറഞ്ഞാൽ ഈ സൈഡാണ് കണ്ടുപിടിക്കേണ്ടത്. തന്നിരിക്കുന്നതാണെങ്കിൽ BC എന്ന് പറഞ്ഞാൽ ഈ സൈഡും. അപ്പൊ നോക്കുക, 40 ആണ് നമുക്ക് തന്ന ഒരു ആംഗിൾ. 40നെ സംബന്ധിച്ച് കണ്ടുപിടിക്കേണ്ടത് എതിർവശം ഓപ്പോസിറ്റ് സൈഡും തന്നിരിക്കുന്നത് സമീപവശം അല്ലെങ്കിൽ അഡ്ജസന്റ് സൈഡുമാണ്. അപ്പൊ ഏതാ യൂസ് ചെയ്യേണ്ടത്? ടാൻ ആണ് യൂസ് ചെയ്യേണ്ടത്. കാരണം നമുക്ക് ഓൾറെഡി അറിയാം സൈൻ ഉണ്ട്. ഏതൊക്കെയുള്ള സൈൻ ഉണ്ട്, കോസ് ഉണ്ട്, ടാൻ ഉണ്ട്. അതിൽ സൈൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആയിരുന്നു. ഇനി അതേപോലെ തന്നെ കോസ് എന്തായിരുന്നു? അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഇനി ടാൻ എന്ന് പറഞ്ഞാല് ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ്, എതിർവശം ബൈ സമീപവശം. അപ്പൊ എതിർവശവും സമീപവശവും തമ്മിൽ എന്തെങ്കിലും ഒരു ബന്ധം നമ്മളോട് ചോദിച്ചാൽ ഏതിലാണ് നമ്മൾ ചെയ്യേണ്ടത്? ടാനിനാണ് ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ ആദ്യം ടാനിന്റെ എടുത്തിട്ട് നമ്മൾ ചെയ്യാൻ പോകണം. അപ്പൊ ഇവിടെ നോക്കുക, അപ്പൊ എനിക്ക് മനസ്സിലായി ടാൻ ആണ് എടുക്കേണ്ടതെന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ ടാൻ എടുത്തിട്ട് tan 40 ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ഞാൻ എഴുതുകയാണ്. അപ്പൊ ആദ്യം tan 40 ഈക്വൽ ടു എതിർവശം ബൈ സമീപവശം അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ്. ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് ഏതാണ്? AB ബൈ അഡ്ജസന്റ് ഏതാണ്? BC. ഇതാണല്ലോ tan 40 എന്ന് പറയുന്നത്. അല്ല ഓൾറെഡി BC നമുക്ക് 18 തന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ എഴുതി tan 40 ഈക്വൽ ടു AB ബൈ 18 എന്ന് എഴുതി. ഇനി എനിക്ക് ഇപ്പുറത്തുള്ള ഈ 18നെ റൈറ്റ് സൈഡിൽ ഇവിടെ ഡിവൈഡഡ് ബൈ 18 ആകുന്നത്, ഞാൻ അതിന് ഇപ്പുറത്തേക്ക് ഇക്വേഷൻ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നെന്താവും? ഇൻറ്റു. ഇവിടെ ഹരിക്കുകയാണെങ്കിൽ അത് ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നെന്താവും? ഗുണനായി മാറും. അപ്പൊ ഞാൻ അതിന് ഇപ്പുറത്തേക്ക് എഴുതിയിട്ട് 18 ഇൻറ്റു tan 40 ഈക്വൽ ടു AB. ഇവിടെ AB ആണ്. AB തന്നെ അല്ലേ നമ്മളെ ട്രീന്റെ ഹൈറ്റ്? ഇതല്ലേ AB അല്ലേ ട്രീന്റെ ഹൈറ്റ്? ഈക്വൽ ടു എന്താണ്? ഹൈറ്റ് ഓഫ് ദ ട്രീ. എന്താണ്? ഹൈറ്റ് ഓഫ് ദി ട്രീ. അപ്പൊ എനിക്ക് മനസ്സിലായി ട്രീന്റെ ഉയരം കണ്ടുപിടിക്കാൻ ജസ്റ്റ് tan 40 ഇൻറ്റു 18 ചെയ്താൽ മതി. അപ്പൊ ഞാൻ എഴുതി ഹൈറ്റ് ഓഫ് ദി ട്രീ ഈക്വൽ ടു ഇത് എത്ര വരും? 18. tan 40ന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ AB ഈക്വൽ ടു 18 ഇൻറ്റു tan 40ന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഓൾറെഡി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇവിടെ tan 40ന്റെ വാല്യൂ വന്നിട്ടുണ്ട്. tan 40ന്റെ വാല്യൂ നോക്കുക, എത്രയാണ്? 0.839 ആണ് tan 40ന്റെ. നിങ്ങൾക്ക് ഏത് ചോദ്യം തന്നിട്ടുണ്ടെങ്കിലും നിങ്ങൾ പഠിച്ച 30, 60, 90 അല്ലെങ്കിൽ 45, 45, 90 ആ റേഷ്യോ നിങ്ങൾ പഠിച്ചതാണ്. ഇതല്ലാതെ മറ്റ് ട്രയാങ്കിൾസിൽ ഏത് ആംഗിൾ തന്നാലും അതിന്റെ ടാൻ വാല്യൂ അല്ലെങ്കിൽ കോസ് വാല്യൂ അല്ലെങ്കിൽ സൈൻ വാല്യൂ ഒക്കെ ഇവിടെ തന്നിട്ടുണ്ടാവും ക്വസ്റ്റ്യനിൽ തന്നെ തരും. അപ്പൊ നമുക്ക് നോക്കാം, tan 40 എന്ന് പറഞ്ഞാൽ 0.839. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇൻറ്റു ചെയ്താൽ ഇൻറ്റു
0.8391 ഇൻറ്റു ചെയ്താൽ നമുക്ക് കിട്ടുക 15.1 മീറ്റർ എന്നാണ് കിട്ടുക. ഇത്ര കിട്ടുക 15.1. അപ്പോൾ ഫസ്റ്റ് ഉത്തരമായി എന്താണ് ഹൈറ്റ് ഓഫ് ദ ട്രീ ആണ് നമ്മളോട് ആദ്യം ചോദിച്ചത്. അത് എത്ര കിട്ടി? 15.1 മീറ്റർ കിട്ടി. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായി എങ്ങനെ ചെയ്യുന്നത്. ഇനി അടുത്തത് നോക്കേണ്ടത് നമുക്ക് ലെങ്ത് ഓഫ്, ഇതിന്റെ ഒപ്പം ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. എലിവേഷൻ ഇപ്പൊ എത്രയായി? ആംഗിൾ ഓഫ് എലിവേഷൻ എത്രയായി? 80 ആയ ട്രീന്റെ ഷാഡോ. ട്രീന്റെ ഹൈറ്റ് മാറുമോ? ഇല്ല. അപ്പോ സണ്ണാണ് മൂവ് ചെയ്ത്, അപ്പൊ എലിവേഷൻ മാറി. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുക, ഇവിടെയായിരുന്നു ആദ്യം സൂര്യൻ ഉണ്ടായിരുന്നത്. ഇത് എന്ത് ചെയ്തു? കുറച്ചേരം കഴിയുമ്പോൾ കുറച്ചും കൂടെ മേലോട്ടേക്ക് മാറി. മേലോട്ടേക്ക് മാറുമ്പോൾ എന്ത് സംഭവിക്കും? ഇങ്ങനെ ഉണ്ടായിരുന്ന ഇത് എന്ത് ചെയ്യും? നേരെ ഇങ്ങനെയായി വരൂലേ? അപ്പൊ ആംഗിൾ എന്ത് ചെയ്തു? കൂടി. അപ്പൊ ഞാൻ രണ്ടാമതൊരു ലൈൻ വരച്ചു, ഇവിടെ നിന്ന് നേരെ ഇങ്ങോട്ടേക്ക് വരച്ചു. ഇതെന്തായാലും ആദ്യത്തേനെക്കാട്ടും ആംഗിൾ കൂടുതലായിരിക്കും. അത് ഞാൻ എന്ത് കൊടുത്തു? 80 ആയിട്ട് കൊടുത്തു. എന്നിട്ട് ഇവിടെ ഞാൻ D എന്ന് കൊടുത്തു. അപ്പൊ എനിക്ക് പുതിയ ട്രയാങ്കിൾ കിട്ടി. ഈ പുതിയ ട്രയാങ്കിളിന്റെ കാര്യത്തിൽ ആംഗിൾ എത്രയാണെന്ന് ഓൾറെഡി ഞാൻ 80 എന്തുകൊണ്ട് എടുത്തു എന്ന് പറഞ്ഞാൽ ആംഗിൾ ഓഫ് എലിവേഷൻ 80 ചോദിച്ച് തന്നിട്ടുണ്ട്. അതാണ് ഇനി കണ്ടുപിടിക്കേണ്ടത്. ലെങ്ത് ഓഫ് ഷാഡോ ആണ് കണ്ടുപിടിക്കേണ്ടത്. ലെങ്ത് ഓഫ് ഷാഡോ നോക്കുക. ഇതല്ലേ പുതിയ ഷാഡോ? നമ്മൾ ആദ്യത്തെ ഷാഡോ എന്ന് പറഞ്ഞാൽ മൊത്തമായിരുന്നു. ഇതായിരുന്നു ആദ്യത്തെ ഷാഡോ. ആ സമയത്ത് ആംഗിൾ ഓഫ് എലിവേഷൻ 40 ആണെന്ന് പറഞ്ഞു. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ പറഞ്ഞപ്പോൾ ഇതാണ് ഷാഡോന്റെ ലെങ്ത്, ഇതാണ് ആംഗിൾ ഓഫ് എലിവേഷൻ എത്രയാണ്? 80 വന്നു. ട്രീന്റെ ഹൈറ്റിന് എന്തെങ്കിലും മാറ്റം ഉണ്ടോ? ഇല്ല. ട്രീന്റെ ഹൈറ്റ് നമ്മൾ ഓൾറെഡി എത്ര കണ്ടുപിടിച്ചിട്ടുണ്ട്? 15.1 മീറ്റർ നമ്മൾ കണ്ടുപിടിച്ചു. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ട്രയാങ്കിൾ നമ്മൾ ടാൻ എടുക്കുന്ന സമയത്ത് എങ്ങനെ കിട്ടുക? ടാൻ എഴുതി നോക്കുക. ടാൻ 80 ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ്. ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ഏതാണ്? ഇതല്ലേ ഓപ്പോസിറ്റ്? AB ബൈ BD എന്ന് കിട്ടും. എന്ത് കിട്ടും? AB ബൈ BD. ഞാൻ എഴുതി AB ബൈ BD. ഇതിൽ AB നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. അപ്പൊ ഞാൻ എഴുതി ടാൻ 80 ഈക്വൽ ടു 15.1 ബൈ BD. ഇനി ഞാൻ നേരെ ഇതേപോലെ തന്നെ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവിടെ ഡിവൈഡഡ് ബൈ എന്നുള്ള സാധനം ഞാൻ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു. അപ്പൊ എന്താവും? ഇൻഡു. അപ്പൊ എനിക്ക് ഇതിനെ അല്ലെങ്കിൽ ഇതിനെ ഇപ്പുറത്തെ ഇവിടെ നോക്കുക, ഇവിടെ ഡിവൈഡ് ബൈ ആണ്, ഇതിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു എന്താവും? ഇൻഡു. ഇനി ഇവിടെ ശരിക്കും ഇൻഡു അല്ലേ, നമ്മൾ ആ സ്ഥാനത്തിന് നമ്മൾ നേരെ എന്ത് ചെയ്യുക? താഴോട്ടേക്ക് എടുക്കുക. അപ്പൊ നമുക്ക് BD ഈക്വൽ ടു എന്താ കിട്ടുക? BD ഈക്വൽ ടു 15.1 ഡിവൈഡ് ബൈ ടാൻ 80. ടാൻ 80ന്റെ വാല്യൂ നിങ്ങൾ ഇതിൽ തന്നെ നോക്കുക. ടാൻ 80 എന്ന് പറഞ്ഞാൽ എവിടെ വരും? ടാൻ 80 5.6713 ആയിട്ട് 5.6713. അപ്പൊ അതേപോലെ ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എങ്ങനെ വരിക നോക്കുക? ഈക്വൽ ടു 15.1 ഡിവൈഡഡ് ബൈ 5.6713. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2.66 മീറ്റർ കിട്ടും. ഈ 2.66 മീറ്റർ ആണ് പുതിയത്. അപ്പൊ എഴുതണം എന്ത്? ലെങ്ത് ഓഫ്. നമ്മൾ അടുത്ത ഇതിൽ എന്ത് എഴുതണം? കറക്റ്റ് ആക്കിയിട്ട് എഴുതി വെക്കണം. ജസ്റ്റ് നമ്മൾ വാല്യൂ കണ്ടുപിടിച്ചാൽ മാത്രം പോരാ. എന്ത് എഴുതണം? ലെങ്ത് ഓഫ് അല്ലെങ്കിൽ നീളം. ലെങ്ത് ഓഫ് ഷാഡോ എത്രയാന്ന് കിട്ടി? ഷാഡോ ഈക്വൽ ടു 2.66 മീറ്റർ കിട്ടി. അപ്പൊ നമ്മുടെ ഫസ്റ്റത്തെ ചോദ്യം എളുപ്പമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിങ്ങനെ നമ്മൾ ആദ്യം തന്നെയാണ് ഫിഗർ വരയ്ക്കുക. ഫിഗർ വരച്ചിട്ട് നമ്മൾ അവിടുന്ന് ഏതാണോ തന്നിരിക്കുന്നത്, ഏതാണോ കണ്ടുപിടിക്കേണ്ടത് നോക്കുക. അപ്പൊ നമുക്ക് ഏതാണ് സൈൻ ആണോ കോസ് ആണോ ടാൻ ആണോ കൊടുക്കേണ്ടത് നോക്കുക. എന്നിട്ട് നേരെ ഇക്വേഷൻ എടുക്കുക. അപ്പൊ നമ്മൾ ആദ്യത്തെ ഉത്തരം അങ്ങനെ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നോക്കുക രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. നമ്മൾ സമയം കളഞ്ഞ് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നോക്കുക. ഫ്രം ദ ടോപ്പ് ഓഫ് എ ബിൽഡിംഗ്. നമുക്ക് ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് ഫ്രം ദ ടോപ്പ് ഓഫ് എ ബിൽഡിംഗ് എ പേഴ്സൺ സീസ് ദ ഫുട്ട് ഓഫ് ദ ഷോപ്പ് 30 മീറ്റർ away അറ്റ് ആൻ ആംഗിൾ ഓഫ് ഡിപ്രഷൻ 25. എത്ര അകലെയാണെന്ന് പറഞ്ഞാൽ 30 മീറ്റർ അകലെയാണെന്ന് തന്നിട്ടുണ്ട്. ബിൽഡിങ്ങിന്റെ പൊക്കത്തുനിന്ന് നോക്കിയ സമയത്ത് ആംഗിൾ ഓഫ് ഡിപ്രഷൻ 25 ആണ്. അപ്പൊ ഞാൻ ആദ്യം ഒരു ബിൽഡിംഗ് വരച്ചു. അപ്പൊ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ആദ്യം ഒരു ബിൽഡിംഗ് വരച്ചു. ബിൽഡിംഗ് നമ്മൾ ജസ്റ്റ് ഒരു ലൈൻ വരച്ചു. ഓക്കെ, ഇതാണ് എൻ്റെ ബിൽഡിംഗ്. ഈ ബിൽഡിങ്ങിന് 30 മീറ്റർ അകലെയാണ് ഷോപ്പ്. ഞാൻ ഒരു 30 മീറ്റർ അകലെ അവിടെ മാർക്ക് ചെയ്യാണ്. 30 മീറ്റർ അകലെയുള്ള ഒരു ഷോപ്പ് എന്തോ ആയിക്കോട്ടെ, ഷോപ്പിന്റെ ലെങ്തോ കാര്യങ്ങളോ ഒന്നും നമ്മളോട് റെലവെന്റ് ആയിട്ട് പറഞ്ഞിട്ടില്ല. ഷോപ്പ് എന്ന് മാർക്ക് ചെയ്തു. 30 മീറ്റർ അകലെയാണ് പറഞ്ഞത്. ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്? ഇതിന്റെ ഫൂട്ട് കണ്ടത് ഏത്? ബിൽഡിങ്ങിന്റെ പൊക്കത്തിൽ നിന്ന് താഴെയുള്ള ഷോപ്പിന്റെ ഫൂട്ട് അടിഭാഗം കണ്ടിരിക്കുന്നത് എത്രയാണ്? ആംഗിൾ ഓഫ് ഡിപ്രഷൻ എത്രയാണ്? 25. എത്രയാണ് നോക്കുക, ഒന്നുകൂടെ നോക്കുക. ആംഗിൾ ഓഫ് ഡിപ്രഷൻ ആണ് തന്നിട്ടുള്ളത്. എത്രയാണ്? 25 തന്നിട്ടുള്ളത്. ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഞാൻ ഇങ്ങനെ ഒരു ഹൊറിസോണ്ടൽ ആയിട്ട് ഒരു പ്ലെയിൻ വരച്ച് ഈ ആംഗിൾ ആണ് മേളിൽ താഴോട്ടെടുക്കുന്ന ഈ ആംഗിൾ ആണ് 25. ഞാൻ അതിലൂടെ മാർക്ക് ചെയ്യാണ്. ഇങ്ങനെ വരച്ച് ഇതിന്റെ നേരെ താഴോട്ടേക്ക് വരുന്ന ഈ ആംഗിൾ ആണ് 25 അല്ലേ? ഇതല്ലേ 25? നേരെ താഴെയുള്ള അല്ലല്ലോ, കാരണം ആംഗിൾ ഓഫ് ഡിപ്രഷൻ ആണ് എന്ത് തന്നിട്ടുള്ളത്? 25 തന്നിട്ടുള്ളത്.
ഇനി അങ്ങനെ ഇവിടെ 25 ആണ് നിങ്ങൾ പറയും ഇത് മൊത്തം 90 ഇല്ലേ, ഇവിടെ 25 വന്നാൽ നിങ്ങൾക്കറിയാം ബാക്കി അടിഭാഗത്ത് എത്ര വരിക, 65 വരും. അപ്പൊ നമുക്ക് ഫസ്റ്റ് കിട്ടി, ആംഗിൾ കിട്ടി. ഇനി ഞാൻ വേഗം മാർക്ക് ചെയ്യാണ്, ട്രയാംഗിൾ ABC എന്ന് മാർക്ക് ചെയ്തു. ഇനി നോക്കുക 65നെ സംബന്ധിച്ച് നമുക്ക് ഇത് രണ്ട് രീതിയിൽ ചെയ്യാം. ഇനി ഒന്നില്ലെങ്കിൽ 65 വെച്ചെടുക്കുക. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഇവിടെ 65 ആയതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടെ വേണമെങ്കിൽ 25 എഴുതാം. അപ്പൊ നിങ്ങൾ നോക്കേണ്ടത് നിങ്ങൾക്ക് ഏതിന്റെ വാല്യൂ ആണ് ചോദ്യത്തിൽ തന്നിട്ടുള്ളത് നോക്കുക. ഇപ്പോൾ 65 വരെ 25ന്റെ ആണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളതെന്ന് വിചാരിക്കുക. അപ്പൊ നിങ്ങൾ ഉറപ്പായിട്ട് മനസ്സിലാക്കേണ്ട എന്താണ്, ഈ ആംഗിൾ 25 ആയതുകൊണ്ടല്ല ടാൻ തന്നത്. ഇതാ ഇവിടെ നോക്കുക, ഇവിടെ 25 ആയപ്പോൾ ഞാൻ ഇതിൽ ടാൻ 25ന്റെ വാല്യൂ തന്നു, അല്ലെങ്കിൽ ടാൻ 65ന്റെ വാല്യൂ തന്നു. അപ്പൊ എനിക്ക് ഈ ആംഗിളിനെ മാത്രം കൺസിഡർ ചെയ്താൽ മതി. നേരെ കുറച്ച് ടാൻ 25 തന്നാൽ ഇവിടെ വെച്ചിട്ട് നമുക്ക് ഓപ്പോസിറ്റും അഡ്ജസന്റും പറയാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ 65 ആണെങ്കിൽ ഇവിടെ എത്ര വരിക, 25. നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നില്ലെങ്കിൽ ടാൻ 65 എടുത്ത് ചെയ്യാം, അല്ലെങ്കിൽ ഏതെടുക്കാം, ടാൻ 25 എടുത്ത് ചെയ്യാം. ഞാൻ അപ്പോൾ ഇവിടെ ടാൻ 25 ഒക്കെ ചെയ്യുന്നത്. അപ്പൊ എങ്ങനെ വരിക നോക്കാം. ടാൻ 25 ഈക്വൽ ടു 25നെ സംബന്ധിച്ച് ഇതല്ലേ 25നെ സംബന്ധിച്ച് എതിർവശം ബൈ സമീപവശം, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ്. അങ്ങനെയല്ലേ നമ്മൾ എടുക്കണ്ടേ. ഓപ്പോസിറ്റ് ഏതാ വരുന്നത്, AB ബൈ അഡ്ജസന്റ് ഏതാ വരുന്നത്, BC. അത് ഓൾറെഡി BC നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പൊ ടാൻ 25 ഈക്വൽ ടു AB ബൈ 13. അപ്പൊ എനിക്ക് നേരെ ഇവിടെ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതിനെ ഇങ്ങോട്ടും കൊണ്ടുവരിക, ഇതിനെ ഇങ്ങോട്ടും കൊണ്ടുവരിക. അപ്പൊ എനിക്ക് എന്ത് കിട്ടും, AB 30 ഇൻറ്റു ടാൻ 25 ഈക്വൽ ടു AB കിട്ടും. AB എന്നല്ലേ കണ്ടുപിടിക്കണ്ടേ. നമ്മളോട് ചോദ്യത്തിൽ എന്താ ചോദിച്ചിട്ടുള്ളത്, ഇവിടെ നോക്കുക, എന്താണ് കണ്ടുപിടിക്കേണ്ടത്, വാട്ട് ദ ഹൈറ്റ് ഓഫ് ദ ബിൽഡിംഗ്. ഹൈറ്റ് ഓഫ് ദ ബിൽഡിംഗ് എന്ന് പറയുന്നതല്ലേ നമ്മൾ ഈ AB എടുത്തുള്ള, അപ്പൊ AB എന്നല്ലേ കണ്ടുപിടിക്കണ്ടേ. ഓക്കെ, അപ്പൊ നമ്മൾ എഴുതി AB ഈക്വൽ ടു 30 ഇൻറ്റു ടാൻ 25. ഓക്കെ, വേഗം ചാർട്ട് നോക്കുക. ടാൻ 25 നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. എത്രയാണ് തന്നിട്ടുള്ളത്, 0.4663 തന്നിട്ടുണ്ട്. ഞാൻ അങ്ങനെയാണെങ്കിൽ അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഈക്വൽ ടു 30 ഇൻറ്റു 0.4663 ഇത് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് 13.98 മീറ്റർ കിട്ടും. എത്ര കിട്ടുക, 13.98 മീറ്റർ. അപ്പൊ മനസ്സിലാകുന്ന ഹൈറ്റ് ഓഫ് ദി ബിൽഡിംഗ്. അപ്പൊ എന്നിട്ട് എഴുതി വെക്കണം, എന്ത് ഹൈറ്റ് ഓഫ് ദി ബിൽഡിംഗ്. ഹൈറ്റ് ഓഫ് ദി ബിൽഡിംഗ് ഈക്വൽ ടു 13.98 മീറ്റർ എഴുതി വെക്കുക. അപ്പോൾ മനസ്സിലായോ അങ്ങനെ ചെയ്തതെന്ന്. നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത് നമ്മൾ ഏത് സൈഡാണോ ഫിഗർ വരയ്ക്കാൻ നമ്മൾ സെറ്റായി പഠിക്കുക. നമ്മൾ തന്ന കണ്ടീഷൻ വെച്ച് ഫിഗർ വരയ്ക്കുക. ബാക്കി പിന്നെ അതിൽ ഏതൊക്കെയാണ് തന്നത് ഏത് കണ്ടുപിടിക്കണം, അത് വെച്ചിട്ട് നമ്മൾ റിലേഷനിലേക്ക് എത്തുക. ഇനി അടുത്തത് നോക്കുക, നമുക്ക് തേർഡ് ക്വസ്റ്റ്യനിലേക്കാണ് പോകുന്നത്. തേർഡ് ക്വസ്റ്റ്യനിൽ ഓക്കെ, രണ്ട് ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ തേർഡിൽ നമ്മൾ ശ്രദ്ധിക്കണം. ഫസ്റ്റിൽ നമ്മൾ പറയുന്ന ഓരോ സ്റ്റേറ്റ്മെന്റ് ശ്രദ്ധിക്കണം. ഫസ്റ്റ് ഇവിടെ നോക്കുക, ഒരു ഇലക്ട്രിക് പോസ്റ്റ് ഉണ്ട്. പിന്നെ പറഞ്ഞാൽ 2 വയേഴ്സ് ആർ സ്ട്രെച്ച് ടു ഐദർ സൈഡ്. രണ്ട് വശത്തേക്കും സ്ട്രെച്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മലയാളം മീഡിയത്തിന്റെ ഇതിലാണെങ്കിൽ എങ്ങനെയാ പറഞ്ഞിട്ടുള്ളത് നോക്കുക. മലയാളത്തിൽ എങ്ങനെയാ പറഞ്ഞിട്ടുള്ളത്, മുകളറ്റത്തിൽ നിന്ന് 2 ഇരുമ്പ് കമ്പികൾ ഇരുവശത്തേക്കും വലിച്ച് തറയിലാക്കിയിട്ടുണ്ട്. ഇരുവശത്തേക്കും, രണ്ട് സൈഡിലേക്ക്. അപ്പൊ ഒരു സൈഡിലേക്കല്ല രണ്ടെണ്ണം ആക്കിയിട്ടുള്ള, ഓപ്പോസിറ്റ് സൈഡിലേക്ക്. എന്നിട്ട് പറഞ്ഞിട്ടുള്ളത് കമ്പികളുടെ ചുവടുകൾ തറയുമായി ഉണ്ടാക്കുന്ന കോണുകൾ 55ഉം 40ഉം ഉണ്ട്. കമ്പികളുടെ ചുവട് ഫൂട്ട് ഓഫ് ദ വയറും അതേപോലെ തന്നെ ഗ്രൗണ്ടുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾസ് ഇവിടെ കൊടുത്തിരിക്കുന്ന 40ഉം അതുപോലെ തന്നെ 55 ആണ്. ഇവിടെ ചെറിയൊരു ക്വസ്റ്റ്യനിൽ ഒരു ചെറിയ കറക്ഷൻ എന്നല്ല, ഇവിടെ തന്നിട്ടുള്ള 55ഉം 45. മലയാളം മീഡിയത്തിൽ 55ഉം 40 തന്നിട്ടുള്ളത്. ഇവിടെ ഏതാ തന്നിട്ടുള്ളത്, 55ഉം 45 തന്നിട്ടുള്ളത്. നമുക്ക് ബാക്കിയുള്ള എന്തായാലും ചെയ്തു വരുമ്പോൾ അത് എന്ത് ചെയ്യണം അത് ബാക്കി ഞാൻ പറഞ്ഞുതരാം. ഇനി പിന്നെ പറഞ്ഞിട്ടുള്ളത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഫീറ്റ് ഓഫ് ദ വയർ ഈസ് 25 മീറ്റർ. അതും എന്ത് തന്നെയാണ്, 25 മീറ്റർ ആണ് രണ്ടും തമ്മിലുള്ള അകലം. അതും മലയാളത്തിലും ഇംഗ്ലീഷിലും എത്ര തന്നെയാണ്, 25 ആണ്. തൂണിന്റെ ഉയരം എത്രയാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. ഇവിടെ നോക്കുക, നമ്മൾ ആദ്യം ഫിഗർ വരയ്ക്കാൻ പോവാണ്. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ട ഇങ്ങനത്തെ ചോദ്യങ്ങൾ ട്രിഗ്നോമെട്രിയിൽ ഏത് ചോദ്യമാണെങ്കിൽ നമ്മൾ ആദ്യം ഫിഗർ കറക്റ്റ് വരയ്ക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അപ്പൊ ഞാൻ ആദ്യം ഒരു പോസ്റ്റ് വരച്ചു, നമുക്ക് ഇലക്ട്രിക്കൽ പോസ്റ്റ്. ഞാൻ ആദ്യം ഒരു ലൈൻ വരച്ചു. ഇതാണ് നമ്മളെ ഇലക്ട്രിക്കൽ പോസ്റ്റ്, ഇതാണ് നമ്മളെ ഗ്രൗണ്ട് വരുന്നത്. ഇതാണ് നമ്മളെ ഗ്രൗണ്ട്, ഇതാണ് ഇലക്ട്രിക് പോസ്റ്റ്. ഇനി നമ്മളോട് പറഞ്ഞിട്ടുള്ളത് രണ്ട് വശത്തേക്കും കമ്പികൾ വയേഴ്സ് വലിച്ചു കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഒരു സൈഡിൽ നിന്ന് നേരെ ഇങ്ങോട്ടേക്ക് ഒരു വയർ വലിച്ചു കിട്ടി, അതേപോലെ തന്നെ തൊട്ടപ്പുറത്തേക്കും ഒരു വയർ വലിച്ചു കിട്ടി. ഈ രണ്ട് വയറും
തറയുമായി ഉണ്ടാക്കുന്ന കോൺ എത്രയാ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഒരു സ്ഥലത്ത് തന്നിരിക്കുന്നത് എത്രയായിരുന്നു, 40-55, ഒരു സ്ഥലത്ത് 45-55. ഞാൻ അത് എടുക്കുമ്പോൾ ഞാൻ ഏത് സൈഡ് എടുക്കുന്നത് അതെങ്ങനെ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം. 45 വരാൻ ചാൻസ് വളരെ കുറവാണ്. കാരണം നമ്മൾ 45ന്റെ റേഷ്യോ പഠിച്ചത് കൊണ്ട് മിക്കവാറും 45ന് പകരം ഇപ്പൊ 45 വരില്ല എന്നല്ല, ഏത് ആംഗിൾ വേണേൽ വരാം. നമുക്ക് ഇവിടെ രണ്ടും ഉരുത്തിൽ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് വേഗം മനസ്സിലാൻ വേണ്ടി അപ്പൊ ഞാൻ ഒരു സൈഡിനെ ഞാൻ ഇതിന്റെ പോസ്റ്റിന്റെ ഹൈറ്റിനെ ഞാൻ h ആയിട്ട് കൊടുത്തു. പോസ്റ്റിന്റെ ഹൈറ്റിനെ ഞാൻ h ആയിട്ട് കൊടുത്തു. ഇനി വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണ്ടേ, ഈ മൊത്ത അകലം, ഈ വയറുകൾ തമ്മിലുള്ള മൊത്ത അകലം എത്രയാണെന്നുള്ളത് 25 തന്നിട്ടുണ്ട്. ഇതാണ് നമുക്ക് തന്നിട്ടുള്ളത്, വേറെ ഒന്നും നമുക്ക് തന്നിട്ടില്ല. പിന്നെ തന്ന ആംഗിൾ ഒരു സ്ഥലത്ത് 55, ഒരു സ്ഥലത്ത് 40 അല്ലെങ്കിൽ 45 അല്ലെങ്കിൽ 40 നമുക്കിവിടെ ഞാനിപ്പോ എടുക്കുന്നത് 45 എടുത്തിട്ട് ചെയ്യാം. എന്നിട്ട് ഞാൻ 40 എങ്ങനെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ഞാനിവിടെ എന്ത് കൊടുത്തു, 45. ഇനി 40 ഇതേപോലെ ഞാൻ പറഞ്ഞുതരാം എങ്ങനെ വരുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇത്രയാണ് തന്നിട്ടുള്ളത്. നമുക്ക് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഈ അകലങ്ങളോ ഇത് തന്നിട്ടില്ല, വേറെ അകലമൊന്നുമല്ല, ആകെ തന്നിരിക്കുന്ന ഈ ആംഗിളും ടോട്ടലാണ് തന്നിട്ടുള്ളത്. ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു സൈഡിൽ ഞാൻ എക്സ് കൊടുത്തു, ഒരു സൈഡിൽ ഞാൻ എന്ത് കൊടുത്തു, എക്സ് കൊടുത്തു. നിങ്ങൾക്കറിയാം ഇവിടെ എക്സ് കൊടുത്താൽ മൊത്തം 25, അതിലൊരു ഭാഗം എക്സ് ആണെങ്കിൽ എക്സ് 25 കുറച്ചാൽ ബാക്കി ഇവിടെ എന്തുണ്ടാവും, അല്ല എക്സ് എന്നല്ല, സോറി 25 എക്സ് കുറയ്ക്കുക. ഇവിടെ മൊത്തം 25, ഇവിടെ എക്സ്. അപ്പൊ 25 എക്സ് കുറച്ചു, ബാക്കി എത്ര ഉണ്ടാവുക, 25 - എക്സ്. ഇവിടെ എന്ത് വരും, 25 - എക്സ്. ഇപ്പൊ രണ്ട് ത്രികോണങ്ങൾ, ലെഫ്റ്റിൽ ഒരു ട്രയാങ്കിളും, ഇതൊരു ട്രയാങ്കിളും, ഇത് ഒരു ട്രയാങ്കിളും. ഇനി നോക്ക്, തന്നിരിക്കുന്ന ആംഗിളിനെ സംബന്ധിച്ച് ഇവിടെ 55ഉം ഇവിടെ 45ഉം തന്നിട്ടുണ്ട്. ഈ 55നെ സംബന്ധിച്ച് എതിർവശം നമുക്ക് കണ്ടുപിടിക്കണം. സമീപവശമാണ് ഈ 25 - എക്സ്. നമുക്ക് രണ്ട് വാല്യൂസ് എഴുതാൻ പറ്റുന്നത് ഓപ്പോസിറ്റും അഡ്ജസന്റും ആണ്. 45നെ സംബന്ധിച്ച് അത് തന്നെയല്ലേ, ഓപ്പോസിറ്റും അഡ്ജസന്റും അല്ലേ നമ്മൾ എഴുതി വെച്ചിട്ടുള്ളത്. അപ്പൊ ഏത് തന്നെ എടുക്കുക, ടാൻ തന്നെ എടുക്കുക. ഏതെടുക്കുക, ടാൻ എടുക്കുക. അപ്പൊ ഞാൻ ആദ്യത്തേല് ഫസ്റ്റ് സെഗ്മെന്റിൽ ഞാൻ എഴുതി ടാൻ 55 എഴുതി. ടാൻ 55 എന്ന് പറഞ്ഞാൽ നോക്കുക, 55ന്റെ ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ്, എതിർവശം ബൈ സമീപവശം. അപ്പൊ എന്ത്, h/25 - എക്സ്. അപ്പൊ എന്ത് എഴുതി, h/25 - എക്സ്. ഞാനിത് ചെയ്യുന്ന മെത്തേഡ് ഇതേപോലെ ചെയ്യണം എന്നല്ല, നമുക്ക് ഇക്വേഷൻ ഫോം ചെയ്താൽ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിൽ ചെയ്യാം. ഇവിടെ ഞാൻ കുറച്ചൊരു വ്യത്യാസമാക്കാൻ പോകുന്നത്, ഈ 25നെ ഇങ്ങോട്ടേക്കും ഇതിനെ ഇപ്പുറത്തേക്കും ആക്കി. എനിക്ക് അങ്ങനെയും ചെയ്യാം, അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്നത് ഇതിനെ ഞാൻ ഇപ്പുറത്തേക്കാക്കിയിട്ട് രണ്ട് ഇക്വേഷനിൽ നിന്നും h കണ്ടുപിടിക്കുക. നമുക്ക് ഏത് മെത്തേഡ്, ഞാനിപ്പോൾ ചെയ്യുന്നത് സ്റ്റെപ്പ് കുറച്ചുള്ള രീതിയിൽ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ഈ മെത്തേഡ് ചൂസ് ചെയ്തിട്ടുള്ളത്. ഇനി അങ്ങനെയാണെങ്കിൽ ഇതിനെ ഇപ്പുറത്തേക്കും ഇതിനെ താഴോട്ടേക്കും ആക്കുക. അപ്പൊ അങ്ങനെ വരുമ്പോൾ 25 - എക്സ് = h/tan 55. എല്ലാവർക്കും മനസ്സിലായി, കാരണം ജസ്റ്റ് അത് അങ്ങോട്ടും ഇത് ഇങ്ങോട്ടും ആക്കി, വേറെ ഒന്നും ചെയ്തില്ല. ഇനി ഇപ്പുറത്തെ tan 45 എന്താ ചെയ്യുക, tan 45 = ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ്. അപ്പൊ ഓപ്പോസിറ്റ് എത്രയാണ്, h/ അഡ്ജസന്റ് എത്രയാണ്, എക്സ്. ഞാനിവിടെ 45 tan 45 എനിക്ക് അറിയാം, മണ്ണെടുത്തിട്ട് എനിക്ക് ഇവിടുന്ന് നേരെ h = x എന്ന് എഴുതാത്തത് ഇവിടെ 40 വന്നാൽ എങ്ങനെയാ ചെയ്യേണ്ടത് അത് വ്യക്തമായിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തു പോകുന്നത്. ഇനി ഇങ്ങനെയാണെങ്കിൽ എക്സിനെ ഞാൻ എന്ത് പറഞ്ഞു, എക്സിനെ എന്ത് ചെയ്യുക, എക്സിനെ ഇപ്പുറത്തേക്കും ആക്കുക, ഇതിനിപ്പുറത്തേക്കും ആക്കുക. എക്സിനെ എന്ത് ചെയ്യുക, ഇപ്പുറത്തേക്ക് കൊണ്ടുവരെ ഇതിന് ഇങ്ങോട്ട് കൊടുക്കുക. അപ്പൊ അങ്ങനെ എടുത്തു കഴിഞ്ഞാല് x = h/tan 45. ഇവിടെ നോക്കാം, നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടി. ആദ്യത്തെ ഇക്വേഷൻ ഇതും രണ്ടാമത്തെ ഇക്വേഷൻ ഇതും. ഞാൻ ഇനി ചെയ്യാൻ പോകുന്ന ഈ രണ്ട് ഇക്വേഷൻ ആഡ് ചെയ്യാൻ പോകും. നമ്മളൊരു ഇക്വേഷൻസിനെ ആഡ് ചെയ്യുമ്പോൾ ചെയ്യേണ്ട കാര്യം, ലെഫ്റ്റ് പരസ്പരം ആഡ് ചെയ്യുക, എന്നിട്ട് ഒരു സൈഡിലത്തെ എഴുതുക. റൈറ്റ് പരസ്പരം ആഡ് ചെയ്യുക, എന്നിട്ട് ഈക്വൽ അപ്പുറത്ത് എഴുതുക. അങ്ങനെയാണ് നമ്മൾ ആ ഇക്വേഷൻ ആഡ് ചെയ്യുക. അപ്പൊ ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത്, ഇത് ഇക്വേഷൻ 1ഉം ഇത് ഇക്വേഷൻ 2 ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഞാൻ ഇവിടെ എടുക്കുന്ന 1+2 എടുക്കുക. എന്തിനാണ് 1+2 എടുത്തേ നിങ്ങൾ ശ്രദ്ധിക്കുക. എടാ ഇതും കൂടെ കൂട്ടിയാൽ നോക്കുക, എക്സ് ക്യാൻസൽ ആയിപ്പോലെ. നോക്കുക, ഇത് 25 - എക്സും ഉണ്ട്, എക്സും ഉണ്ട്. ഇവിടുത്തെ ഇതും ക്യാൻസൽ ആയിപ്പോയിട്ട് എനിക്ക് എന്ത് കിട്ടും, 25 എന്ന് കിട്ടൂലേ. അപ്പൊ എനിക്ക് എക്സ് എന്നുള്ള ടേമേ ഇക്വേഷനിൽ കളയാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്ത ഇക്വേഷൻസ് ആഡ് ചെയ്തത്. അപ്പൊ എനിക്ക് ഏത് രീതിയിൽ വേണം ചെയ്യാം. അപ്പൊ ഞാൻ ഇപ്പൊ ഫോളോ ചെയ്യുന്ന ഈ മെത്തേഡിലാണ്. ഇപ്പൊ നോക്കുക, രണ്ട് ഇക്വേഷൻ ആഡ് ചെയ്യുക. ആദ്യം ഈ സൈഡും കൂടെ, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് ഇപ്പുറത്തെ എഴുതുക, ഈക്വൽ ടു ഇടുക, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് ഈക്വൽ ടു അപ്പുറത്തേക്ക് എഴുതുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആദ്യം എഴുതി 25 - എക്സ്
പ്ലസ് എക്സ് ഈക്വൽ ടു എച്ച് ബൈ ടാൻ 55 പ്ലസ് എച്ച് ബൈ ടാൻ 45. ഇത്ര എഴുതിയത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ എനിക്ക് ഇതിന് ഏതൊക്കെ വെട്ടിപ്പോവും? ഇതും വെട്ടിപ്പോവും. ഇതും വെട്ടിപ്പോയി കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? 25 ഈക്വൽ ടു എച്ച് കോമൺ ആക്കി എടുത്തൂടെ? കാരണം എനിക്ക് എച്ച് കോമൺ ആയിട്ട് രണ്ടിലും എച്ച് ഉണ്ട്. അപ്പൊ എച്ച് കോമൺ ആക്കി എടുത്തിട്ട് 1 ബൈ ടാൻ 55 പ്ലസ് 1 ബൈ ടാൻ 45. ഇത്രയും. ഇനി നോക്കണ്ട, ഇനി ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏറെക്കുറെ പറഞ്ഞാൽ ഇനി നമുക്ക് എച്ച് സുഖമായിട്ട് കണ്ടുപിടിക്കാം. എച്ചിനെ ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് ഇപ്പുറത്തേക്ക് ഈ പറഞ്ഞ ഈ മൊത്ത സാധനത്തിന്, ഇതൊരു ബ്രാക്കറ്റിനുള്ളിൽ മൊത്ത സാധനമല്ലേ, ഇതിനെ മൊത്തം ഇപ്പുറത്തേക്ക്, ഇവിടെ ഇൻഡു ആയതുകൊണ്ട് ഇപ്പുറത്തേക്ക് വരുമ്പോൾ എന്താവും? ഡിവൈഡ് ബൈ ആവും. അപ്പൊ എനിക്ക് എച്ച് ഇസ് ഈക്വൽ ടു എന്ത് കിട്ടി? 25 ഡിവൈഡഡ് ബൈ 1 ബൈ ടാൻ 55 പ്ലസ് 1 ബൈ ടാൻ 45. ഇത്രേ എഴുതി നമുക്ക് എച്ച് കിട്ടും. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, നിങ്ങൾ എടുത്ത ആംഗിൾ 40 ആയിരുന്നെങ്കിൽ എന്താണ് ഇതിൽ മാറ്റം വരിക? ഞാനിവിടെ വേറൊരു കളർ വെച്ച്, ഇൻ കേസ് ഇപ്പൊ ഞാൻ എഴുതിയ ഇവിടെ 40 ആണെന്ന് വിചാരിക്കുക, ഞാൻ 40 ചെയ്തു, വേറെ എന്തെങ്കിലും മാറ്റം ഉണ്ടോ? ഇവിടെ എന്ത് വരും? 40 വരും. ഇവിടെ എന്ത് വരും? 40 വരും. ടാൻ 14 വരും. നമ്മൾ മൊത്തത്തില് എല്ലാ സ്ഥലത്തും ടാൻ 45 ഉള്ളവർക്ക് എന്ത് കൊടുക്കുക? ടാൻ 14 വരും. ഇവിടെ എന്ത് വരും? ടാൻ 14 വരും. ഇവിടെ താഴെ എന്ത് വരും? ടാൻ 14 വരും. ഏറ്റവും അവസാനം ഇവിടെ എന്ത് വരും? ടാൻ 14 വരും. 45 വരെ എല്ലായിടത്തും എന്ത് വരും? ടാൻ 14 വരും. എന്ത് വരും? ടാൻ 40. അപ്പോ ഇത് വന്നാൽ നമുക്കിപ്പോ ചെയ്യാൻ എളുപ്പമല്ലേ? ഈ ചെയ്ത സ്റ്റെപ്പിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ? ഇല്ല. നമ്മള് ഇപ്പൊ വരെ എഴുതിയ സ്റ്റെപ്പിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ? ഇല്ല. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ് നമ്മൾ മാറ്റങ്ങൾ വരിക. അപ്പൊ ഞാൻ ആദ്യം നോക്കുക ടാൻ 55ന്റെ വാല്യൂ. ടാൻ 55ന്റെ വാല്യൂ നിങ്ങൾ ഫിഗർ നോക്കുക. ടാൻ 55ന്റെ വാല്യൂ 1.1918. ഇനി അടുത്ത ടാൻ 45 നിങ്ങൾക്ക് അറിയാം എത്രയാണ്? ടാൻ 45 1 ആണ് ടാൻ 45. ഇനി അടുത്തത് വേറെ ഏതാണ്? ടാൻ 40 എടുക്കുക. വേണമെങ്കിൽ ടാൻ 40 ആകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എത്ര എടുക്കേണ്ടത്? 0.83 എടുക്കുക. ഈ വാല്യൂസ് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് ഉത്തരം കിട്ടും. അപ്പൊ ഞാൻ ആ വാല്യൂസ് ഞാൻ ചെയ്തതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. എച്ച് ഇസ് ഈക്വൽ ടു എത്രയാണ്? എച്ച് ഇസ് ഈക്വൽ ടു 25 ഡിവൈഡഡ് ബൈ 1 ബൈ ടാൻ 55ന്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയായിരുന്നു? 1.4281 ആയിരുന്നു. നമ്മൾ ഒന്നും കൂടെ വെരിഫൈ ചെയ്യുക വേണമെങ്കിൽ എത്രയാണ്? ടാൻ 55ന്റെ എത്രയാണ്? ടാൻ 55ന്റെ 1.4281 ആണ് നമുക്ക് കിട്ടുന്നത്. ടാൻ 45ന്റെ വാല്യൂ എത്രയാണ്? 1 ആണ്. അപ്പൊ ഞാൻ ഇത് രണ്ടും വെച്ചിട്ട് ഞാൻ ഇക്വേഷൻ കംപ്ലീറ്റ് ചെയ്യാണ്. പ്ലസ് 1 ബൈ 1 ആണ്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഈക്വൽ ടു 25 ഡിവൈഡഡ് ബൈ ഇത് നമുക്ക് ചെയ്താൽ 0.7 കിട്ടും. 1 ബൈ 1.42 ചെയ്താൽ എത്ര കിട്ടും? 0.7 കിട്ടും. അപ്പൊ 0.7 പ്ലസ് 1 ഈക്വൽ ടു 25 ബൈ 1.7. ഇത് ചെയ്ത് കഴിഞ്ഞാൽ 14.7 മീറ്റർ കിട്ടും. എത്ര കിട്ടുക? 14.7 മീറ്റർ. ഇവിടെ ആകെ വ്യത്യാസം നിങ്ങൾ 40 ആണ് എടുത്തിട്ടുള്ളത്. ആംഗിൾ 40 എടുത്താൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഭാഗത്ത് എന്ത് ചെയ്യുക? ടാൻ 40ന്റെ വാല്യൂ കൊടുക്കുക. എന്നിട്ട് 1 ബൈ ടാൻ 40 ചെയ്തിട്ട് നേരെ അതും ആഡ് ചെയ്യുക. നേരെ ഉത്തരത്തിലേക്ക് കിട്ടുക. ഇവിടെ വരുന്നത് 0.7 ആണ്. 1 ബൈ 1.4 ചെയ്താൽ കിട്ടുക. അപ്പൊ നമുക്ക് ഈ രീതിയിൽ ഉത്തരം എത്രയാണ് കിട്ടിയിട്ടുള്ളത്? ഉത്തരം എത്രയാണ്? 14.7 മീറ്റർ എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് ഉത്തരം കിട്ടിയിട്ടുള്ളത്. അപ്പോ ഇവിടെ കണ്ടുപിടിച്ചത് എന്താണ്? എച്ച് ആണ് കണ്ടുപിടിച്ചത്. ഹൈറ്റ് ഓഫ് ദ പോസ്റ്റ്. നമ്മളോട് ചോദ്യത്തിൽ അത് തന്നെ ചോദിച്ചിട്ടുള്ള എച്ച് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഞാൻ എഴുതി ഹൈറ്റ് ഓഫ് ദ പോസ്റ്റ്. ഹൈറ്റ് ഓഫ് ദി പോസ്റ്റ് ഈക്വൽ ടു 14.7 മീറ്റർ. ഇപ്പൊ നമ്മളെ മൂന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം കിട്ടിയിരുന്നു. നമ്മൾ ചോദിച്ചത് എന്തായിരുന്നു? വാട്ട് ഈസ് ദ ഹൈറ്റ് ഓഫ് ദ പോസ്റ്റ്? ഹൈറ്റ് ഓഫ് ദ പോസ്റ്റ് നമ്മളിങ്ങനെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്ക്. നാലാമത്തെ ക്വസ്റ്റ്യനും നമ്മൾ ഏതും ഫിഗർ വരച്ച് നമ്മൾ ഒരു ഐഡിയ ആക്കിയിട്ട് തന്നെ തുടങ്ങും. നാലാമത്തെ ക്വസ്റ്റ്യൻ, എ പേഴ്സൺ 1.7 മീറ്റർ ടോൾ സ്റ്റാൻഡിങ് അറ്റ് ദ ഫൂട്ട് ഓഫ് എ ടവർ. അപ്പൊ ഒരു ടവർ ഉണ്ട്, അതിന്റെ അടിയിൽ ഒരാൾ നിൽക്കുന്നുണ്ട്. എന്നിട്ട് ഒരു ഹിൽ ടോപ്പ് എത്ര 40 മീറ്റർ അവയുള്ള ഹിൽ എത്രയും കണ്ടു? ആംഗിൾ ഓഫ് എലിവേഷൻ 60 കണ്ടു. അത് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം ഒരു ടവർ വരച്ചു. ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് ഒരു ടവർ വരച്ചു. ഇപ്പൊ ഇതില് ഞാൻ റഫായിട്ട് ഇതാണ് നമ്മളെ ടവർ. ഈ ടവർ
എത്ര മീറ്റർ അകലെയാണ്? 40 meters അകലെയുള്ള ഒരു ഹില്ല്. ഇതാണ് നമ്മൾ 40 meter എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ്. ഇനി ഹില്ല് അത്യാവശ്യം ഹൈറ്റിലാണ് ഞാൻ ഹില്ല് വരച്ചു. അപ്പൊ എന്റെ ആദ്യത്തേതായി ഇതാണ് എന്ത് വരുന്നത്, ഇത് മൊക്കാണ് എന്റെ ഹില്ല് വരുന്നത്. ഇതാണ് എന്ത് വരുന്നത്, ടവർ വരുന്നത്. അപ്പൊ ഞാൻ അത് രണ്ടും വരച്ചു. നമുക്ക് 1.7 meter ഉള്ള ഹൈറ്റ് ഉള്ള ഒരാള് താഴെ നിന്ന് നോക്കിയപ്പോ, അങ്ങനെയല്ലേ നമ്മളോട് ചോദിച്ച് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഞാൻ അത് നോക്കുക. ആദ്യം നോക്കുക, എത്രയാണ്? 1.7 meter ടോൾ സ്റ്റാൻഡിങ് അറ്റ് ദ ഫൂട്ട് ഓഫ് ദ ടവർ. ടവറിന്റെ താഴെ നിന്ന് നോക്കിയപ്പോ എത്രയാണ്? 40 meter അകലെയുള്ളത് എത്രയിലാണ് കണ്ടത്? 60 degree. അപ്പൊ ഞാൻ ആദ്യം മാർക്ക് ചെയ്തതൊക്കെ ചെയ്തു. ഇവിടെ എത്ര എടുത്തു? 40 meter ആണ് അകലേന്ന് കൊടുത്തു. 1.7 meter ഹൈറ്റ് ഉള്ള, അപ്പൊ ഞാൻ ഇവിടെ മാർക്ക് ചെയ്തു 1.7 meter ഹൈറ്റ് ഉള്ള ആള്. നമുക്ക് 1.75 ആണോ 7 ആണോ അടുത്ത് നോക്കാം. 1.75 meter ഹൈറ്റ് ഉള്ള ഒരാള് താഴെ നിന്ന് നോക്കി എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ മാർക്ക് ചെയ്യണം. അയാളെ ഹൈറ്റ് നമ്മൾ നേരത്തെ ചോദ്യത്തിൽ ഹൈറ്റ് പറഞ്ഞിട്ടില്ല. അപ്പൊ നമ്മൾ കറക്റ്റ് ആ പോയിന്റ് കൊടുത്തില്ല. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ 1.75 ഹൈറ്റ് ഉള്ള ഒരാൾ നോക്കി എന്ന് പറയുമ്പോൾ അയാളുടെ ഹൈറ്റിന്റെ മേലോട്ടല്ലേ നമ്മൾ അയാൾ നോക്കിയിട്ടുണ്ടാവുക. അപ്പൊ ഞാൻ അത് മാർക്ക് ചെയ്തിട്ട് ഞാൻ ആദ്യം ഇവിടെ ഒരു ലൈൻ വരയ്ക്കുകയാണ്. അത് എന്തിനാന്ന് വെച്ചാൽ ഹൊറിസോണ്ടൽ ആയിട്ട് നമ്മൾ എപ്പോഴും നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ ഏത് ആംഗിൾ ഓഫ് എലിവേഷൻ മാർക്ക് ചെയ്യുമ്പോൾ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ നമ്മൾ നേരെ ഒരു ലൈൻ വരച്ച് അതിൽ നിന്ന് നല്ല ആംഗിൾ മാർക്ക് ചെയ്യുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് ഇയാൾ മേലോട്ടേക്ക് നോക്കിയപ്പോൾ ആംഗിൾ ഓഫ് എലിവേഷൻ എത്രയാണെന്നാണ് പറഞ്ഞത്? ഇവിടെ നിന്നിട്ടാണ് മേലോട്ട് നോക്കിയത്. അപ്പൊ നമുക്ക് ഇവിടെ മാർക്ക് ചെയ്തു ആംഗിൾ ഓഫ് എലിവേഷൻ 60 degree. ആംഗിൾ ഓഫ് എലിവേഷൻ എത്രയാണ് എഴുതിയിട്ടുള്ളത്? 60 degree. ആദ്യത്തെ വരച്ചു. ഇനി രണ്ടാമത് പറഞ്ഞിട്ടുള്ള ഫ്രം ദ ടോപ്പ് ഓഫ് ദ ടവർ ഹി സീസ് ഇറ്റ് അറ്റ് ആൻ ആംഗിൾ ഓഫ് എലിവേഷൻ 50. ബിൽഡിങ്ങിന്റെ ടവറിന്റെ മേലെ കയറി നിന്നിട്ട് നോക്കിയപ്പോ 50-ലാണ്. അപ്പൊ ഞാൻ ബിൽഡിങ്ങിന്റെ മേലെ ആളെ കയറി നിന്നു എന്ന് പറയുമ്പോൾ ബിൽഡിങ്ങിന്റെ ഹൈറ്റിന് പുറമേ ബിൽഡിങ്ങിന്റെ ഹൈറ്റിന് പുറമേ ഒരു 1.7 കൂടെ ഉണ്ടാവുമല്ലോ, 1.75 കൂടെ ഉണ്ടാവുമല്ലോ. നല്ല അയാൾ എന്റെ മേലെ നോക്കി എന്ന് പറയാൻ പറ്റുക. ഇനി അവിടെ നിന്ന് ബിൽഡിങ്ങിന്റെ ഏറ്റവും ടോപ്പിലേക്ക് നോക്കിയപ്പോഴാണ് നമുക്ക് ഈ പറഞ്ഞ ആംഗിൾ. അപ്പൊ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? ഹൊറിസോണ്ടൽ ലൈൻ ഇങ്ങനെ വരച്ചു. ഒരു ഹൊറിസോണ്ടൽ ലൈൻ ഇങ്ങനെ വരച്ചു. ഇനി ഇവിടെ ഇത് മാർക്ക് ചെയ്യാൻ എളുപ്പത്തിന് ഞാൻ ഇതും വരച്ചു. കാരണം ബിൽഡിങ്ങിന്റെ ഹൈറ്റ് അവിടെയാണല്ലോ എൻഡ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മളെ ഹൈറ്റ് ആണല്ലോ, അല്ലെങ്കിൽ പേഴ്സന്റെ ഹൈറ്റ് ആണല്ലോ 1.7 വരുന്നത്. ഇനി അയാള് നോക്കിയത് ഞാൻ വരച്ചു. നോക്കുക ഇങ്ങനെയാണ്. പുള്ളി മേലോട്ടേക്ക് നോക്കിയ ആംഗിൾ ഓഫ് എലിവേഷൻ എത്രയാന്ന് പറഞ്ഞിട്ടുണ്ട് ചോദ്യത്തിൽ. ഒന്നും കൂടെ നോക്കുക. ആംഗിൾ ഓഫ് എലിവേഷൻ, രണ്ടാമത്തെ ആംഗിൾ ഓഫ് എലിവേഷൻ എത്രയാണ്? 15 ആണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ആ 15 കൂടെ ഇവിടെ മാർക്ക് ചെയ്തു. ഇവിടെ 50. ഇത്രയാണ് നമ്മളോട് ചോദ്യത്തിൽ തന്ന ഫിഗറിൽ വെച്ചിട്ട് നമ്മൾ വരച്ചിട്ടുള്ളത്. ഇവിടെ നിങ്ങൾ നോക്കേണ്ട കാര്യം, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ വരച്ചത് ശരിയാണോ നോക്കുക. ഇതാണ് നമ്മളെ ടവർ വരുന്നത്. ടവറിൽ നിന്ന് 40 meter അകലെയുള്ള ഒരു ഹില്ലിലേക്ക് അയാൾ എന്ത് ചെയ്തു? ഒരു 1.7 meter ഹൈറ്റ് എന്ന് പറയുമ്പോൾ അയാളെ തല എവിടെയല്ലേ വരിക. അയാൾ നോക്കിയ സമയത്ത് ആംഗിൾ ഓഫ് എലിവേഷൻ എത്രയാന്ന് വന്നു? 60 എന്ന് പറഞ്ഞു. ഇനി ഈ ടവറിന്റെ മുകളിൽ കയറിയ ആൾ, അപ്പൊ ഇവിടെ എന്ത് ചെയ്യാം? 1.75 ഹൈറ്റിന്റെ മുകളിൽ നിന്നിട്ട് പുള്ളി നോക്കിയപ്പോ എത്രയാണ്? ആംഗിൾ 50. അപ്പൊ നമ്മൾ ഫിഗർ വരച്ചു. ഇത്രയാണ് നമുക്ക് ഫിഗറിൽ തന്നിട്ടുള്ളത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇവിടെ 2 ട്രയാങ്കിൾ ഉണ്ട്. ഒന്ന് 60-ന്റെ ഒരു ട്രയാങ്കിൾ. ഏതാണ്? ഇതാണ് ആദ്യത്തെ ട്രയാങ്കിൾ. ഇതല്ലേ നമ്മൾ ആദ്യത്തെ ട്രയാങ്കിൾ. ഇനി അടുത്തത് 50-ന്റെ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഉണ്ട്. ഇവിടെ നോക്കുക, 2 ട്രയാങ്കിൾ ഉണ്ട്. അപ്പൊ ഈ 2 ട്രയാങ്കിളിനെയാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇവിടെ നോക്കുക, നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിന് പേരിടാൻ പോവാണ്. പേര് കൊടുക്കുന്ന ആദ്യത്തെ ട്രയാങ്കിൾ ഞാൻ ABC എന്ന് കൊടുത്തു. രണ്ടാമത്തത് PQR, ഇവിടെ ഒരു D എന്ന് മാർക്ക് ചെയ്തു. ഇങ്ങനെ മാർക്ക് ചെയ്യാൻ കാരണം നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇവിടെ മാർക്ക് ചെയ്ത് അല്ലെങ്കിൽ മെഷർ ചെയ്ത് പോകാനുണ്ട്. അപ്പൊ അതിനാണ് നമ്മൾ ഇങ്ങനെ കുറച്ചധികം മെഷർമെന്റ് കൊടുത്തത്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന ആദ്യത്തെ ട്രയാങ്കിൾ ഏതിലുള്ള ട്രയാങ്കിളാന്ന് പറഞ്ഞാൽ ട്രയാങ്കിൾ ABC. ട്രയാങ്കിൾ ABC. ഇനി വേറൊരു ട്രയാങ്കിൾ ഏതായിരുന്നു? ട്രയാങ്കിൾ PQC. ഈ 2 ട്രയാങ്കിളിലും ആണല്ലോ നമ്മൾ എല്ലാ ആംഗിൾസും മെൻഷർ ചെയ്തല്ലേ പറഞ്ഞു പോകുന്നതെന്ന് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്ന ട്രയാങ്കിൾ ABCന്റെ കാര്യം വെച്ച് പറയുമ്പോൾ ആദ്യം നോക്കുക. ട്രയാങ്കിൾ ABCയിൽ എന്തൊക്കെയുള്ള ABCന്റെ കാര്യം നോക്കുമ്പോൾ ഏതാണ് ട്രയാങ്കിൾ
ABC. ഇതാണ് ABC. അഡ്ജസന്റ് സൈഡ് എത്ര തന്നിട്ടുണ്ട്? 40 തന്നിട്ടുണ്ട്. എനിക്ക് ഈ സൈഡ് കണ്ടുപിടിച്ച, ഏതാണ് കണ്ടുപിടിക്കേണ്ടത്? ഈ ഓപ്പോസിറ്റ് സൈഡ് ആയിട്ടുള്ള CB കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഒപ്പം ഒരു 1.7 കൂട്ടി എനിക്ക് എന്തിന്റെ ഹൈറ്റ് കിട്ടും? ടോട്ടൽ ഹില്ലിന്റെ ഹൈറ്റ് കിട്ടും. ഹില്ലിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കുക, ഈ BC അല്ലെങ്കിൽ CBന്റെ ഒപ്പം ഈ 1.7, ഇതാണല്ലോ ആളുടെ ഹൈറ്റ്. ഈ 1.7 തന്നെയാണല്ലോ ഇപ്പുറത്ത്. ഇത് മൊത്തം കൂടെ കൂട്ടിയാണ് അയാളുടെ എന്ത് വരിക? ഹില്ലിന്റെ ഹൈറ്റ് വരുന്നത്. അപ്പൊ എനിക്ക് അങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അതാണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഞാൻ ആദ്യം tan 60 ഏതാണ് നമ്മൾ എഴുതാൻ പോകുന്നത്? tan 60 ഈക്വൽ ടു, tan 60 എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഏതാണ്? BC. ഓപ്പോസിറ്റ് BC ബൈ AB എന്ന് പറഞ്ഞാൽ BC ബൈ AB. അങ്ങനെയാണെങ്കിൽ എനിക്ക് എഴുതാം tan 60 ഈക്വൽ ടു BC ബൈ AB. എത്ര തന്നിട്ടുണ്ട്? 40 തന്നിട്ടുണ്ട്. ഇനി ഞാൻ എന്ത് ചെയ്തു? ഇതിനെ ഇപ്പുറത്തേക്കും അല്ല സോറി ഒരു ഒന്നിനപ്പുറത്തേക്ക് ഉണ്ടായാലും ഇതിനെ ഞാൻ ഇപ്പുറത്തേക്ക് കൊണ്ടുപോയി. അപ്പൊ എനിക്ക് എന്ത് കിട്ടും? BC ഈക്വൽ ടു tan 40 ഇൻറ്റു tan 60 എന്ന് കിട്ടും. എത്ര കിട്ടും? 40 ഇൻറ്റു tan 60. ഇതോടുകൂടി നമുക്ക് BC കിട്ടും. BC ആണ് നമുക്ക് ഇപ്പൊ കിട്ടുകയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഞാൻ താഴോട്ടേക്ക് എഴുതാം. BC കിട്ടാൻ പോവാണ്. BC ഈക്വൽ ടു ഞാൻ എഴുതി. BC ഈക്വൽ ടു 40 ഇൻറ്റു tan 60ന്റെ വാല്യൂ നോക്കാം. tan 60ന്റെ വാല്യൂ നിങ്ങൾ ഒന്നില്ലെങ്കിൽ tan 60 ഒക്കെ നിങ്ങൾ പഠിച്ച റേഷ്യോന്റെ ഇതിൽ നമുക്ക് ചെയ്യാം. tan 60ന്റെ ഓപ്പോസിറ്റ് √3/2 ആണ് വരിക. എക്സാക്ട് വാല്യൂ ഇവിടെ നോക്കുകയാണെങ്കിൽ tan 60 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1.732 എന്നാണ്. 1.732 ആണ്. ഞാൻ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 40 ഇൻറ്റു 1.732 ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഉത്തരം കിട്ടുക 69.28 മീറ്റർ. എത്ര കിട്ടുക? 69.28 മീറ്റർ. നമ്മളോട് ആദ്യം ചോദിച്ചിരിക്കുന്ന എന്തിന്റെ ഉയരാണ്? ഹില്ലിന്റെ. ഹില്ല് എന്ന് പറഞ്ഞാൽ ഇവിടെ ടോട്ടൽ അല്ലേ പിള്ളേരെ വരുന്നത്? ഇതല്ലേ ഹില്ല് വരുന്നത്? CD വരെയുള്ള ഈ ടോട്ടൽ ഹയർ ഇതല്ലേ വരുന്നത്? അത് എന്ന് പറഞ്ഞാൽ ഈ BCന്റെ ഒപ്പം BDയും കൂടെ കൂട്ടിയാലല്ലേ വരിക. അപ്പൊ ഞാൻ എഴുതി എന്താ ലാസ്റ്റ് ഇതോടുകൂടി നമുക്ക് ഹൈറ്റ് കിട്ടി. എന്താണ്? ഹൈറ്റ് ഓഫ് ദ ഹിൽ ഈക്വൽ ടു BCന്റെ ഒപ്പം BDയും കൂടെ കൂട്ടി. BC എത്ര നമ്മൾ കണ്ടുപിടിച്ചു? 69.28 കിട്ടി. അതിന്റെ ഒപ്പം ആ BD എന്ന് പറഞ്ഞാൽ ആളുടെ ഹൈറ്റ് എത്രയാണ്? 1.75. ഇത് ചെയ്ത് കഴിഞ്ഞാൽ 71.03 മീറ്റർ കിട്ടും. എത്ര കിട്ടും? 71.03 മീറ്റർ കിട്ടും. അപ്പൊ ഇതാണ് എന്നിന്റെ ഹൈറ്റ് ഓഫ് ദ ഹിൽ. അപ്പൊ നമ്മൾ ഫസ്റ്റത്തെ കാര്യം കണ്ടുപിടിച്ചത് ഹൈറ്റ് ഓഫ് ദ ഹിൽ. ഇനി നമ്മൾ രണ്ടാമത് കൺസിഡർ ചെയ്യാൻ പറഞ്ഞ ട്രയാങ്കിൾ ഏതായിരുന്നു? ട്രയാങ്കിൾ PQC ആണ്. ഏതാണ്? PQC. PQCന്റെ ഒരു പ്രത്യേകത ഉണ്ട്. ഇവിടെ 40 ആണെങ്കിൽ ഇവിടെ എത്ര തന്നെയാ? 40. ഇവിടെ എത്ര തന്നെ? 40. ഇവിടെയും 40 ആണ്. അപ്പൊ ഒരു സൈഡ് എത്ര കിട്ടി? 40 കിട്ടി. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ PQCന്റെ tan 50 ഈക്വൽ ടു ഇവിടെ ഇതാണ്. tan 50 ഈക്വൽ ടു 15ന്റെ ഓപ്പോസിറ്റ് ഇതാണ്. ഓപ്പോസിറ്റ് ഏതാ വരുന്നത്? QC. ഇതാണ് ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ് എത്ര വരുന്നത്? 40. അപ്പൊ ഞാൻ എഴുതി ഈക്വൽ ടു QC ബൈ 40 എന്ന് എഴുതി. അപ്പൊ എനിക്ക് QC എത്ര കിട്ടി? QC ഈക്വൽ ടു 40 ഇൻറ്റു tan 50. QC ഈക്വൽ ടു 40 ഇൻറ്റു tan 50 എന്ന് എഴുതി. ഇനി ഇതേ സ്റ്റെപ്പിൽ നമ്മൾ താഴോട്ടേക്ക് ഞാൻ എഴുതാം. QC ഈക്വൽ ടു എത്രയാണ് കിട്ടിയത്? 40 ഇൻറ്റു tan 50 എന്ന് എഴുതി. അപ്പൊ tan 50ന്റെ വാല്യൂ നിങ്ങൾക്ക് അറിയാം. ഇവിടുന്ന് നോക്കിയിട്ട് മനസ്സിലാക്കുക. tan 50ന്റെ വാല്യൂ എത്രയാണ്? 1.1918 ആണ്. അപ്പൊ ഞാൻ അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് എങ്ങനെ കിട്ടും? 40 ഇൻറ്റു 1.1918 ചെയ്താൽ എനിക്ക് 47.67 മീറ്റർ കിട്ടും. എനിക്ക് എത്ര കിട്ടുക? 47.67 മീറ്റർ കിട്ടും. അപ്പൊ നമുക്ക് QC ആണ് കിട്ടിയത്. നമുക്ക് ഹൈറ്റ് ഓഫ് ദ ടവർ ആണ് നമുക്ക് കണ്ടിട്ടുണ്ട്. പിള്ളേരെ ഇവിടെ നോക്ക്, നമുക്കിപ്പോ കിട്ടി QC അല്ലേ. ഈ QC എന്ന് പറഞ്ഞാല് ഇവിടം വരെ ഇതിന്റെ മേലോട്ടേക്കാണ് QC. നമുക്ക് ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ഹൈറ്റ് ഓഫ് ദ ടവർ എന്ന് പറഞ്ഞാൽ ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. അതെന്ന് പറഞ്ഞാൽ ഇതല്ലേ, ഈ താഴ്ഭാഗം തന്നെ അല്ലേ വരുന്നത്. അപ്പൊ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം പറഞ്ഞാൽ ടവറിന്റെ ഹൈറ്റ് എനിക്ക് മൊത്തത്തിലായി. അതിൽ നിന്ന് എന്ത് കുറയ്ക്കുക? QC ആദ്യം കുറയ്ക്കുക, ഒപ്പം ഈ ഹൈറ്റും കൂടെ കുറയ്ക്കുക. കാരണം ടവർ ഇവിടെ വരെ ഉള്ളൂ. ഇവിടെ വരെയല്ലേ എനിക്ക് ടവർ ഉള്ളത്. അപ്പൊ കണ്ടുപിടിക്കാൻ ഞാൻ എന്ത് ചെയ്താ? മൊത്തം ഹില്ലിന്റെ ഹൈറ്റിന്ന് ആദ്യം ഇപ്പൊ കണ്ടുപിടിച്ച QC കുറച്ചു. അതിന്റെ ഒപ്പം എന്തും കൂടെ കുറച്ചു? ഇതും കൂടെ കുറച്ചു. ഏത്? 1.7 കൂടെ കുറച്ചു. അപ്പൊ എനിക്ക് എന്ത് കിട്ടും? ഈ ഹൈറ്റ് കിട്ടും. ഈ ഹൈറ്റ് തന്നെ അല്ലേ ടവറിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത്.
അപ്പൊ എനിക്ക് എഴുതാം ടവറിന്റെ ഹൈറ്റ് അല്ലെങ്കിൽ ഹൈറ്റ് ഓഫ് ദ ടവർ. ഹൈറ്റ് ഓഫ് ദി ടവർ എങ്ങനെ കിട്ടുക? എനിക്ക് CD ആണ് ടോട്ടൽ ഹില്ലിന്റെ ഹൈറ്റ്. അതിൽ നിന്ന് എനിക്ക് എന്തൊക്കെ കൊടുക്കണം? QC കുറയ്ക്കണം, ഒരു 1.75 കൂടെ കുറയ്ക്കണം. കാരണം ഒരാളെ ഹൈറ്റും കൂടെ കുറച്ചാലേ എനിക്ക് ടവറിന്റെ കിട്ടുക ഞാൻ ഇപ്പൊ പറഞ്ഞു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്രയാണ് CD വരുന്നത്? CD എത്രയായിരുന്നു? CD നമ്മൾ കണ്ടുപിടിച്ചേ എത്രയായിരുന്നു? 71.03 മൈനസ് QC എത്രയാണ്? 47.67 മൈനസ് 1.77. ഇത് മൊത്തം കുറച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് 21.61 മീറ്റർ കിട്ടും. എത്ര കിട്ടുക? 21.61 മീറ്റർ. അപ്പൊ നമുക്ക് ഹൈറ്റ് ഓഫ് ദ ടവർ എന്ന് പറയുന്ന ഇത് എത്ര കിട്ടി? 21.61 മീറ്റർ കിട്ടി. അപ്പൊ എല്ലാവർക്കും ഈ പറഞ്ഞ ചോദ്യങ്ങൾ മനസ്സിലായിരിക്കും. ഇനി ഒറ്റ ചോദ്യം കൂടെ, ലാസ്റ്റ് ചോദ്യമാണ്. അപ്പൊ നമുക്ക് അതും കൂടെ ചെയ്ത് നോക്കാം എങ്ങനെയാണ് വരുന്നത്. അപ്പൊ ഇങ്ങനത്തെ ഏത് ചോദ്യം വന്നാലും നിങ്ങൾ ആദ്യം ചെയ്യേണ്ട പരിപാടി നിങ്ങൾ ഫിഗർ ശരിയാക്കുക. ഫിഗർ വരച്ച ശേഷം ഒന്നും കൂടെ ചോദ്യത്തിലേക്ക് നോക്കുക. നിങ്ങൾ എഴുതിയത് ശരിയാണോ, നിങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയോ, അത് 100% നിങ്ങൾ എന്ത് ഉറപ്പുണ്ടെങ്കിലും ഒന്നും കൂടെ ബാക്കിലേക്ക് മറിച്ച് നോക്കുക ശരിയാണോ എന്നുള്ളത്. ഇനി ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ ബോയ് 1.5 meter tall standing at the edge of a canal sees the top of the tree on the other edge at an angle of elevation 15. 15 മീറ്റർ ബാക്കോട്ട് നടക്കുമ്പോൾ ആംഗിൾ ഓഫ് എലിവേഷൻ 40 ആയി എന്നാ പറഞ്ഞു. അപ്പൊ ഞാൻ ആദ്യം ഒരു കനാൽ വേണം. നമുക്ക് കനാലിനെ ഞാൻ ഫസ്റ്റ് ഇത് വരച്ച്, ഇതാണ് കനാൽ എന്ന് വിചാരിക്കുക. ഇതാണ് എന്റെ കനാൽ ഇത്രയും നീളത്തിലാണ് കനാലിലെന്ന് വിചാരിച്ചു. ഇതിന്റെ അറ്റത്ത് ഒരു ബോയ് നിന്നു. ബോയിന്റെ ഹൈറ്റ് നമുക്ക് ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ടോ? ബോയിന്റെ ഹൈറ്റ് 1.5 തന്നിട്ടുണ്ട്. അത് അപ്പുറത്തുള്ള ഒരു മരം കണ്ടത് ആംഗിൾ ഓഫ് എലിവേഷൻ 80 പറഞ്ഞു. അപ്പുറത്തുള്ള ഒരു മരം കണ്ടത് ആംഗിൾ ഓഫ് എലിവേഷൻ 80. അപ്പൊ ഞാൻ ആദ്യം ബോയിന്റെ ഇത് വരച്ചു. എന്നിട്ട് അപ്പുറത്തൊരു മരം ഉണ്ട്, ഇതാണ് മരം എന്ന് വിചാരിച്ചു. ഈ മരം കണ്ടത് ആംഗിൾ ഓഫ് എലിവേഷൻ ആണ് നമ്മളോട് തന്നിട്ടുള്ളത്. ആംഗിൾ ഓഫ് എലിവേഷൻ എത്രയാണ്? 80 ആന്ന് പറഞ്ഞു. ഇതൊന്നും കൂടെ ആംഗിൾ ഓഫ് എലിവേഷൻ 80 ആണ്. അപ്പൊ ഞാൻ ആദ്യം ഇതൊരു സ്ട്രെയിറ്റ് ലൈന്, ഇത് എത്രയാ തന്നിട്ടുണ്ട്? 1.5 തന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ അതെന്ത് ചെയ്ത് ഇവിടെ മാർക്ക് ചെയ്ത് 1.5 തന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവിടുന്ന് ഞാനൊരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചു. ഹൊറിസോണ്ടൽ ലൈനിൽ നിന്നാണ് നമ്മളെ ആംഗിൾ ഓഫ് എലിവേഷൻ മാർക്ക് ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ആംഗിൾ ഓഫ് എലിവേഷൻ എത്രയാണ് തന്നിട്ടുള്ളത്? 80 ഇവിടെ തന്നിട്ടുണ്ട്. അപ്പൊ ഇത്ര വരച്ചു. ഇനി നമുക്കിവിടെ കനാലിന്റെ കാര്യങ്ങളൊന്നും അറിയില്ല, നമ്മൾ ഇത്രയാണ് ആദ്യം വരച്ചത്. ഇനി നമ്മളോട് ചോദ്യത്തിൽ പറഞ്ഞു എത്ര? 15 മീറ്റർ ബാക്കോട്ട് പോയാൽ, അങ്ങനെയല്ലേ നമ്മളോട് ചോദ്യത്തിൽ പറഞ്ഞ എത്ര മീറ്റർ ആണ് ബാക്കോട്ട് പോകേണ്ടത്? ഇവിടെ നോക്കുക, 15 മീറ്റർ പുറകിലോട്ട് മാറി നോക്കിയപ്പോൾ ആംഗിൾ ഓഫ് എലിവേഷൻ എത്ര ആയിട്ടുണ്ട്? 40 ആയിട്ടുണ്ട്. അപ്പൊ 15 മീറ്റർ ബാക്കോട്ട് പോയി. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഇങ്ങോട്ടേക്ക് 15 മീറ്റർ നേരെ ബാക്കോട്ടേക്ക് ഒരളവ് എടുത്തു. ഈ 15 മീറ്റർ നേരെ ബാക്കോട്ടേക്ക് എടുത്തിട്ട് ഇനി ആ ബോയിന് ഹൈറ്റിന് എന്തെങ്കിലും മാറ്റമുണ്ടോ? ഇല്ല. പുള്ളിക്കാരൻ ഇനി നോക്കി ഒന്നും കൂടെ ഇതിന്റെ മേൽഭാഗം നോക്കിയ സമയത്ത്, ട്രീന്റെ മേൽഭാഗം നോക്കിയ സമയത്ത് ആംഗിൾ ഓഫ് എലിവേഷൻ ചേഞ്ച് വന്നു. എത്ര ആയിട്ട് വന്നു? 40 ആയിട്ട് വന്നു. അപ്പൊ ഞാൻ ആംഗിൾ ഓഫ് എലിവേഷൻ മാർക്ക് ചെയ്യാണ്. ഹൊറിസോണ്ടലിൽ നിന്നാണ് നമ്മൾ ലൈൻ മാർക്ക് ചെയ്യുക. ഇവിടുന്ന് എത്ര ആംഗിൾ ഓഫ് എലിവേഷൻ എത്രയാണ്? 40 തന്നു. ഇത്രയാണ് ഇപ്പൊ തന്നിട്ടില്ല, വേറെ ഒന്നുമില്ല തന്നിട്ടില്ല. ഇനി നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് എന്താണ്? കനാലിന്റെ വീതിയും തോടിന്റെ വീതി അതുപോലെ തന്നെ മരത്തിന്റെ ഉയരമാണ് കണ്ടുപിടിക്കുന്നത്. ഞാൻ ഇവിടെ നോക്കുക, മരത്തിന്റെ ഉയരത്തിനെ എനിക്ക് ഏത് അക്ഷരം വെച്ച് വേണമെങ്കിലും ചെയ്യാം. ഇനി അതല്ലെങ്കിൽ എനിക്ക് H ആയിട്ട് കൊടുക്കാം. ഇനി അങ്ങനെ നമുക്ക് ഏത് മെത്തേഡാണോ നമുക്ക് കംഫർട്ടബിൾ ആ രീതിയിൽ ചെയ്യാം. ഞാനിവിടെ എനിക്ക് ഹൈറ്റ് ഓഫ് ഇതിന് വേണമെങ്കിൽ H എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ എനിക്ക് മൊത്തം മാർക്ക് ചെയ്യാം. അതാവുമ്പോൾ നിങ്ങൾക്ക് വേഗം മനസ്സിലാവും. അപ്പൊ ഞാൻ മൊത്തം മാർക്ക് ചെയ്യുകയാണെങ്കിൽ അതെങ്ങനെ മാർക്ക് ചെയ്യാം? ഞാൻ ആദ്യം ഫിഗറിന് പേര് കൊടുത്തു, ABCD. ഞാൻ ഇങ്ങനെയാണ് ഫിഗറിന് പേര് കൊടുത്തിരിക്കുന്നത്, ABCD. ഇനി നമുക്ക് കനാലിന്റെ വിഡ്ത് നമുക്ക് അറിയില്ല. ഞാൻ അതിൽ എന്ത് കൊടുത്തു? ഒരു X എന്നും. ഇവിടെ ഞാൻ എന്ത് കൊടുത്തു? ഒരു X എന്നും. അപ്പൊ ഞാൻ ആദ്യം നോക്കുന്നത് വലിയ ട്രയാങ്കിൾ എടുത്തു. ഏത് ട്രയാങ്കിളാണ്? ആദ്യം നമ്മൾ ചെറിയ ട്രയാങ്കിൾ, ഈ ചെറിയ ട്രയാങ്കിൾ എടുത്തിട്ട് അതിൽ നിന്ന് ഞാൻ എഴുതി tan 80 =
tan 80 ഈക്വൽ ടു AB ബൈ എക്സ് കിട്ടി. AB ബൈ എക്സ് കിട്ടി. അങ്ങനെയാണ് എനിക്ക് എക്സ് കണ്ടുപിടിച്ചൂടെ. എക്സ് കണ്ടുപിടിക്കാൻ ഞാൻ എന്ത് ചെയ്തു, ഇതിനെ ഇപ്പുറത്തേക്ക് കൊണ്ട് നമ്മൾ കഴിഞ്ഞ ചെയ്ത സെയിം മെത്തേഡിൽ തന്നെ ആദ്യത്തേൽ നമ്മൾ കോമൺ എടുത്ത ആ രീതിയിൽ തന്നെ ചെയ്യാറ്. അപ്പൊ എനിക്ക് എന്ത് കിട്ടും, എക്സ് ഇസ് ഈക്വൽ ടു AB ബൈ tan 80. AB ബൈ tan 80. എനിക്ക് എക്സിനെയാണ് ഇപ്പൊ കളയേണ്ടത്. അങ്ങനെ ആകുമ്പോൾ എനിക്ക് നേരെ ഹൈറ്റ് ഓഫ് ട്രീയിലേക്ക് എത്തി പിന്നെ നമുക്ക് എക്സ് കണ്ടുപിടിക്കാം. അങ്ങനെ ചെയ്യാൻ വിചാരിച്ചിട്ടാണ്. ഇതാണ് എന്റെ ഇക്വേഷൻ നമ്പർ 1. ഇനി അതേപോലെ തന്നെ tan 40. tan 40 എടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, tan 40 എന്ന് പറഞ്ഞാൽ ഈ ട്രയാങ്കിളിലാണ് നമ്മൾ tan 40 എടുക്കുന്നത്. 40ന്റെ ഓപ്പോസിറ്റിൽ മാറ്റമുണ്ടോ? ഇല്ല. AB ഡിവൈഡഡ് ബൈ അഡ്ജസന്റ്. അഡ്ജസന്റ് എന്ന് പറഞ്ഞാൽ ഇതാണല്ലോ അഡ്ജസന്റ് മൊത്തം. അതിൽ എന്തൊക്കെ ഉണ്ട്? ഒരു 15 ഉണ്ട്, ഒരു എക്സും ഉണ്ട്. അപ്പൊ ടോട്ടൽ അഡ്ജസന്റ് എത്ര വരും? 15 പ്ലസ് എക്സ് വരും. അപ്പൊ ഞാൻ അതവിടെ മാർക്ക് ചെയ്തു. ഈക്വൽ ടു AB ബൈ 15 പ്ലസ് എക്സ്. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നേരത്തെ ഇതിനെ ഞാൻ ഇപ്പുറത്തേക്ക് കൊടുത്തു, ഈ tan 40നെ താഴോട്ടേക്ക് കൊണ്ട്. അപ്പൊ അങ്ങനെ ചെയ്യുന്ന സമയത്ത് എനിക്ക് എന്ത് കിട്ടും? 15 പ്ലസ് എക്സ് ഈക്വൽ ടു AB ബൈ tan 40. നേരത്തെ നമ്മൾ ആഡ് ചെയ്തു ഇക്വേഷൻ 1ഉം ഇതിനെ ഞാൻ ഇക്വേഷൻ 2 ആയിട്ട് കൊടുത്തു. ഇക്വേഷൻ 1ഉം 2 ആഡ് ചെയ്തു. എന്തുകൊണ്ടാണ് ഇക്വേഷൻ 1ഉം 2 ആഡ് ചെയ്ത് ഞാൻ പറഞ്ഞത്? എന്ത് ചെയ്യാനാ? എക്സ് ക്യാൻസൽ ആയി പോകാനാ. അതില്ലേ ഇപ്പൊ ആ ചോദ്യം നിങ്ങൾ ഒന്നുകൂടെ നോക്കുക. ഞാൻ എന്തിനാ ഇക്വേഷൻ 1ഉം 2 ആഡ് ചെയ്തത്? ഇവിടെ നോക്കുക, ഞാൻ 1ഉം 2 ആഡ് ചെയ്ത്. എന്തിനാ 1ഉം 2 ആഡ് ചെയ്തത്? എനിക്കറിയാം ഇവിടെ ഒരു മൈനസ് എക്സ് ഉണ്ട്, ഇവിടെ ഒരു എക്സ് ഉണ്ട്. അപ്പൊ രണ്ടും ആഡ് ചെയ്താൽ എനിക്ക് 0 കിട്ടും. അപ്പോൾ ഇത് രണ്ടും എന്ത് ചെയ്യാൻ പറ്റും? ക്യാൻസൽ ആയി പോകാൻ പറ്റും. ബാക്കി 25ലേക്ക് വരും. അപ്പൊ എനിക്ക് ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നോക്കുക. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ ക്യാൻസൽ ആവുമോ? നിങ്ങൾ നോക്കിയിട്ട് പറഞ്ഞേ. ഈ എക്സും ഇതും ആഡ് ചെയ്താൽ എക്സ് ക്യാൻസൽ ആയി പോകും? ഇല്ല. എനിക്ക് പക്ഷെ ചെയ്യാം, ഇതിന്ന് ഇത് കുറച്ച് കഴിഞ്ഞാൽ എക്സ് ക്യാൻസൽ ആയി പോകും. അപ്പൊ ഞാൻ ചെയ്യാൻ പോകുന്ന ഇക്വേഷൻ 2ൽ നിന്ന് ഇക്വേഷൻ 1 എന്ത് ചെയ്യാണ്? കുറയ്ക്കുകയാണ്. അപ്പൊ ഞാൻ എഴുതി ഇക്വേഷൻ 2 മൈനസ് ഇക്വേഷൻ 1. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യം ഇതിൽ നിന്ന് ഇത് കുറയ്ക്കുക, ഒരു സൈഡിൽ എഴുതുക, ഈക്വൽ ടു ഇടുക, ഇതിൽ നിന്ന് എന്നിട്ട് എന്ത് ചെയ്യുക? ഇത് കുറയ്ക്കുക, ഓർഡറിൽ തന്നെ കുറയ്ക്കുക. അപ്പൊ ഞാൻ ആദ്യം എഴുതി എന്ത്? 15 പ്ലസ് എക്സ് മൈനസ് എക്സ് ഈക്വൽ ടു AB ബൈ tan 40 മൈനസ് AB ബൈ tan 18. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതും ക്യാൻസൽ ആയി പോകും. കാരണം ഇത് പ്ലസ് എക്സ് ഇത് മൈനസ് എക്സ് ആണ്. അപ്പൊ അത് രണ്ടും ക്യാൻസൽ ആയി പോയിട്ട് ഇതും വെട്ടിപ്പോയിട്ട് ലാസ്റ്റ് എന്ത് കിട്ടും? 15 ഈക്വൽ ടു AB നെ കോമൺ ആയിട്ട് എടുക്കാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ. അപ്പൊ AB ഇൻറ്റു 1 ബൈ tan 40 മൈനസ് 1 ബൈ tan 8. ഇങ്ങനെയാണ്. ഇനി ഞാൻ എന്ത് ചെയ്തു? ഇവിടെ ഇൻറ്റു ആണ്, ഇത് മൊത്തം ഇവിടെ ഇൻറ്റു ആയിട്ടാണ് വന്നത്. ഇപ്പുറത്തേക്ക് എടുക്കുമ്പോൾ എന്താവും? ഡിവൈഡഡ് ആവും. അപ്പൊ എനിക്കറിയാം AB ഈക്വൽ ടു 15 ഡിവൈഡഡ് ബൈ 1 ബൈ tan 40 മൈനസ് 1 ബൈ tan 18. നമുക്ക് നേരത്തെ ചെയ്ത സെയിം സ്റ്റെപ്പിലേക്ക് നമ്മൾ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ഇനി നോക്കാം, ഇതിന്റെ വാല്യൂസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വേഗം ഇതിൽ നോക്കുക. tan 18 tan 40 ആണ് കണ്ടുപിടിക്കേണ്ടത്. tan 40 എത്രയാണ് നോക്കുക? 0.8391 ആണ്. ഇനി tan 80 എത്ര നോക്കുക? ഇവിടെ മാർക്ക് ചെയ്തപ്പോൾ എത്രയാണ്? 5.6 ആണെന്ന്. 6713 അപ്പൊ ഞാനത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ AB ഈക്വൽ ടു 15 ഡിവൈഡഡ് ബൈ 1 ബൈ 0.8391 മൈനസ് 1 ബൈ 5.6713. അപ്പൊ നമുക്ക് എപ്പോഴും നോക്കേണ്ടത് ഈ തന്ന വാല്യൂസ് കറക്റ്റ് ആണോ. നിങ്ങൾ ഇനി ക്വസ്റ്റ്യനിൽ ഏത് വാല്യൂ വന്നാലും നിങ്ങൾ അത് വെച്ചിട്ട് ചെയ്യുക. ക്വസ്റ്റ്യനിൽ എന്താണോ നിങ്ങൾക്ക് ഒരു വാല്യൂ വന്നിട്ടുള്ളത്, അപ്പൊ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും tan 40 നിങ്ങളുടെ മൈൻഡിൽ വേറൊരു വാല്യൂ ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ക്വസ്റ്റ്യനിൽ ഏതാണോ വാല്യൂ വന്നത് ആ വാല്യൂ വെച്ച് തന്നെ ചെയ്യാൻ നോക്കും. നിങ്ങൾ നോക്കുക, tan 40 നമുക്ക് ഇവിടെ നിന്ന് തന്നെ കിട്ടിയത് എത്രയാണ്? 0.8391 മറ്റൊരു കിട്ടി. ഇത് നമുക്ക് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് 15 ഡിവൈഡഡ് ബൈ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുക 1.19 മൈനസ് 0.17. അത് ചെയ്താൽ 15 ഡിവൈഡഡ് ബൈ 1.02 ഈക്വൽ ടു 14.7. അപ്പൊ ഇവിടെ നോക്കുക, നമുക്ക് കിട്ടിയ 14.7 ആണ് നമുക്ക് ആൻസർ കിട്ടിയത്. മീറ്ററിനാണ് നമുക്ക് ആൻസർ കിട്ടിയത്. ഇതെന്താണ്? AB ആണ്. ഏതാണ് നമ്മൾ കണ്ടുപിടിച്ചത്? AB ആണ്. AB നമുക്ക് കണ്ടുപിടിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. AB അല്ല നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇത് ഹൈറ്റ് ഓഫ് ദ ട്രീ ആണ്. ഹൈറ്റ് ഓഫ് ദ ട്രീ എന്ന് പറഞ്ഞാൽ മൊത്തമാണ്. മൊത്തം എന്ന് പറഞ്ഞാൽ ഈ AB-ന്റെ ഒപ്പം ഈ BE കൂടെ കൂട്ടണം. BE എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഹൈറ്റ് ആണ്. ആളുടെ ഹൈറ്റ് എത്രയാണ്? 1.5. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഹൈറ്റ് ഓഫ് ദ ട്രീ ഈക്വൽ ടു ഹൈറ്റ്
ഓഫ് ദ ട്രീ ഈക്വൽ ടു മൊത്തമാണ് ഹൈറ്റ്. മൊത്തം എന്ന് പറഞ്ഞാൽ ഫിഗർ നോക്കുക, എ ഇ ആണ് മൊത്തം. അപ്പൊ ഞാൻ എ ബി പ്ലസ് ബി ഇ, എ ഇ ആണ് അത് ഈക്വൽ ടു എ ബി പ്ലസ് ബി ഇ. ഇനി അത് ഞാൻ കണ്ടുപിടിച്ചു, ഈക്വൽ ടു 14.7 പ്ലസ് 1.5. അപ്പൊ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും എന്ന് പറഞ്ഞാൽ 16.2 മീറ്റർ കിട്ടും. എത്ര കിട്ടുക? 16.2 മീറ്റർ ആണ് ഹൈറ്റ് ഓഫ് ദ ട്രീ ആണ്. ഇനി അടുത്ത കനാലിന്റെ വിഡ്ത്ത് ആണ്. വിഡ്ത്ത് ഓഫ് ദ കനാൽ എന്താണ്? വിഡ്ത്ത് ഓഫ് ദി കനാൽ. വിഡ്ത്ത് ഓഫ് ദ കനാൽ നമ്മൾ ഓൾറെഡി നമുക്കറിയാം എക്സ് ആണ്. കാരണം നമ്മളിവിടെ ചിത്രത്തിൽ ഏതാ കൊടുത്തത്? എക്സ് അല്ലേടാ വിഡ്ത്ത് ഓഫ് ദ കനാൽ ഞാൻ കൊടുത്തിട്ടുള്ളത്. എക്സ് കൊടുത്തത് കൊണ്ട് തന്നെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, എനിക്ക് എക്സ് കാണുന്ന ഏത് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ? ഇവിടെ എനിക്കറിയാം എക്സ് ഈക്വൽ ടു എ ബി ബൈ ടാൻ 80. ഞാൻ അത് തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പൊ ഞാൻ എക്സ് ആണ് എക്സ് ഈക്വൽ ടു എ ബി ബൈ ടാൻ 80. എ ബി നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. എ ബി എത്ര കണ്ടുപിടിച്ചു? എവിടെ നോക്കുക, എ ബി എത്ര കണ്ടുപിടിച്ച്? 14.7 കണ്ടുപിടിച്ചു. ഞാൻ അത് അവിടെ കൊടുത്തു. അപ്പൊ എത്ര കിട്ടും? 14.7 ഡിവൈഡഡ് ബൈ ടാൻ 80 നമ്മൾ ഓൾറെഡി ഇവിടെ എടുത്തിട്ടുണ്ട് അല്ലേ? ടാൻ 80 ഇവിടെ എടുത്തത് കണ്ടില്ലേ? 5.67. അപ്പൊ ഞാൻ അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പൊ എനിക്ക് ഡിവൈഡഡ് ബൈ 5.6713. ഇത് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 2.59 മീറ്റർ കിട്ടും. എത്ര കിട്ടുക? 2.5. അപ്പൊ വിഡ്ത്ത് ഓഫ് ദ കനാൽ എത്ര കിട്ടി? 2.59 കിട്ടി. ഇനി ഹൈറ്റ് ഓഫ് ദ ട്രീ എത്ര കിട്ടി? 16.2 മീറ്റർ കിട്ടി. അപ്പൊ ഇങ്ങനെയാണ് ഈ ചോദ്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. ഇനി ഇതില് ഇപ്പൊ നമ്മൾ ടോട്ടൽ 5 ചോദ്യങ്ങളാണ് ഇത് ചെയ്തിട്ടുള്ളത്. ബാക്കി ഇതിലേത് ഈ പാഠത്തിൽ ഏത് ചോദ്യങ്ങൾ വന്നാലും നിങ്ങൾ ഫസ്റ്റ് നോക്കേണ്ട ഡയഗ്രാം കറക്റ്റ് ആക്കുക. ഇങ്ങനത്തെ ചോദ്യങ്ങളിൽ ഡയഗ്രാം കറക്റ്റ് ആണെന്ന് ഉറപ്പുവരുത്തുക. ഡയഗ്രാം വരച്ച ശേഷം വീണ്ടും ക്വസ്റ്റ്യൻ ഒന്നും കൂടെ അയച്ചു നോക്കുക. ക്വസ്റ്റ്യനും നിങ്ങൾ വരച്ച ഡയഗ്രാം തമ്മിൽ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ചിലപ്പോൾ നമ്മൾ വരയ്ക്കുമ്പോൾ ചിലപ്പോൾ മാറിപ്പോയാലോ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്.